മനസ്സിലാക്കണം. ജനിതകം, അതിന്റെ ജീനൊക്കെ മനസ്സിലാക്കണം. അതേപോലെ തന്നെ വളരെയധികം പ്രാധാന്യമാണ് കോശത്തെ ശരിക്കും തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ കോശത്തിന്റെ അകത്തുള്ള മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഒരു സാധനം. എന്താണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന സാധനം? കോശങ്ങളുടെ സെൽ പവർ, കോശങ്ങളുടെ പവർ ഹൗസ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റാവുന്ന ഒരു സാധനമാണ് മൈറ്റോകോൺട്രിയ. അപ്പോൾ സെല്ലിന് എനർജി കൊടുക്കുന്നത്, കോശങ്ങൾക്ക് പവർ കൊടുക്കുന്നത് ഈ മൈറ്റോകോൺട്രിയാണ്. അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, സെല്ലുലാർ എനർജി എന്ന് പറഞ്ഞാൽ മൈറ്റോകോൺട്രിയൽ ഹെൽത്ത് ആണ്. മൈറ്റോകോൺട്രിയക്ക് മലയാളത്തിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല. എല്ലാ മാറ്റേഴ്സിലും ഞാൻ മൈറ്റോകോൺട്രിയ എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുള്ളത്. സോ ദർ ഈസ് നോ അനദർ വേർഡ് ഇൻ മലയാളം ഫോർ മൈറ്റോകോൺട്രിയ. എല്ലാത്തിലും മൈറ്റോകോൺട്രിയ എന്ന് തന്നെയാണ് പറയുന്നത്. പറഞ്ഞ് പഠിക്കുക തന്നെ വേണം. കാരണം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന 2 ഉൽപ്പന്നങ്ങൾ കംപ്ലീറ്റ് ഇതിന്റെ ഗെയിമും മൈറ്റോകോൺട്രിയലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഊർജം കിട്ടണം എന്നുണ്ടെങ്കിൽ മൈറ്റോകോൺട്രിയ ആവശ്യം. സോ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മൈറ്റോകോൺട്രിയ? ഊർജോൽപാദനം, കോശങ്ങളുടെ എനർജിയാണ് നമ്മുടെ എനർജി എന്ന് പറയുന്നത്. അപ്പൊ കോശങ്ങൾക്ക് എനർജി ഉണ്ടാവണമെങ്കിൽ മൈറ്റോകോൺട്രിയൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ഈ ഫ്ലഡ് ഒക്കെ വരുന്ന സമയത്ത് പലതരത്തിലുള്ള കലാമിറ്റീസ്, നാച്ചുറൽ ആയിട്ടുള്ള കലാമിറ്റീസ് വരുന്ന സമയത്ത് പലപ്പോഴും കൺട്രോൾ റൂമുകൾ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ഓപ്പൺ ചെയ്യാറുണ്ട് അല്ലെ? എന്തിനാ കൺട്രോൾ റൂമുകൾ? എന്തുണ്ടെങ്കിലും നമുക്ക് അവിടെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ കോശങ്ങളുടെ കൺട്രോൾ റൂമാണ് ഇത്, പോലീസ് കൺട്രോൾ റൂമാണ് നമ്മുടെ മൈറ്റോകോൺട്രിയ. കോശങ്ങളുടെ മൊത്തം പ്രവർത്തനത്തെ കൺട്രോൾ ചെയ്യുന്നത് ഈ മൈറ്റോകോൺട്രിയ. കോശങ്ങളും മറ്റുള്ള കോശങ്ങളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഇൻട്രാ കമ്മ്യൂണിക്കേഷൻ, ഇന്റർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. 2 കോശങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, കോശങ്ങൾക്കുള്ളിൽ തമ്മിൽ ഒരുപാട് സംഗതി, പ്രത്യേകിച്ച് ജീൻസ് ആയിട്ടൊക്കെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ മൈറ്റോകോൺട്രിയൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടത്, നമുക്ക് പലതരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് നമ്മുടെ ജീവിതം, ശരിയല്ലേ? നമ്മൾ പലതരത്തിലുള്ള സ്ട്രെസ്, പിരിമുറുക്കത്തെയൊക്കെ പലപ്പോഴും പല സമയങ്ങളിലായിട്ട് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അഡാപ്റ്റബിലിറ്റി ടു ദ സ്ട്രെസ് എന്ന് പറയും. അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മാനസികമായിട്ട് ടെൻഷൻ വരുന്ന സമയത്ത് അതിനെ പൊരുത്തപ്പെടാൻ, അതിനെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്ന് ആശ്രയിക്കുന്നത് ഈ മൈറ്റോകോൺട്രിയൽ ഹെൽത്ത് ആണ്. ഒരുപക്ഷെ നിങ്ങളെ ചെറുപ്രായത്തിൽ നിങ്ങൾ നേരിട്ടതുപോലെ പ്രായക്കും ആയില്ലേ മോനെ, നിന്നെ പോലെ എന്നൊക്കെ സഹനശക്തി ഒന്നും ഇല്ല എന്ന് പല അച്ഛനമ്മമാരും പറയുന്നത് കേൾക്കാറുണ്ട്, ശരിയല്ലേ? കാരണവന്മാരൊക്കെ പറയുന്നത് എന്തുകൊണ്ടാ? ഒരുപക്ഷെ ചെറുപ്പക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് അത്ര സഹനശക്തി, അവരത്ര മൈറ്റോകോൺട്രിയൽ ഹെൽത്ത് അവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അവരുടെ മൈറ്റോകോൺട്രിയൽ ഹെൽത്ത് കുറഞ്ഞത് കൊണ്ടാണ് പറയപ്പെടുന്നത്. 30 വയസ്സ് കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയയുടെ ആരോഗ്യം ശോഷിച്ച് തുടങ്ങുന്നുണ്ടാവും. ഓരോ വർഷം കൂടുന്തോറും ഓരോ ശതമാനം, 2% മൈറ്റോകോൺട്രിയൽ മൈറ്റോകോൺട്രിയയുടെ പ്രവർത്തനം ശോഷിച്ചു തുടങ്ങും. മൈറ്റോകോൺട്രിയൽ ഹെൽത്ത് പ്രവർത്തനം ശോഷിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. എനർജിയും മെറ്റബോളിസം കുറയും, കൺട്രോൾ റൂമൊക്കെ ശരിക്കും പ്രവർത്തിക്കില്ല, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ ഉണ്ടാവും കോശങ്ങൾ തമ്മിൽ. അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ടത്, ഹോർമോണുകളായിട്ട് കോശങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ മൈറ്റോകോൺട്രിയാണ്. മിനി ബ്രെയിൻ, കോശത്തിന്റെ ശരിയായ ബ്രെയിൻ, മിനി ബ്രെയിൻ ഓഫ് എ സെൽ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റാവുന്ന ഒരു ഭാഗമാണ് ഇത്, ഈ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. സോ മൈറ്റോകോൺട്രിയയുടെ ആരോഗ്യമാണ് സെല്ലിന്റെ ആരോഗ്യം. സെല്ലിന്റെ ആരോഗ്യമാണ് ഒരു അവയവത്തിന്റെ ആരോഗ്യം. അവയവത്തിന്റെ ആരോഗ്യമാണ് ഒരു സിസ്റ്റത്തിന്റെ ആരോഗ്യം. ബോഡി സിസ്റ്റം, ബോഡിയിൽ 10 സിസ്റ്റംസ് ഉണ്ട്. ഇഫ് യു ക്യാൻ മേക്ക് 1 cell healthier, if you can make 1 mitochondria healthier, you can make 1 cell healthier. If you can make 1 cell healthier, you can make tissues healthier. ടിഷ്യൂ ഹെൽത്തി ആണെങ്കിൽ അവയവം ഹെൽത്തി ആയിരിക്കും. അവയവം ഹെൽത്തി ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, ഇമ്മ്യൂൺ സിസ്റ്റം, ലിംഫാറ്റിക് സിസ്റ്റം, നെർവസ് സിസ്റ്റം, ന്യൂറോളജിക്കൽ സിസ്റ്റം, നെഫ്രോളജിക്കൽ സിസ്റ്റം, അങ്ങനെ ഒരുപാട് സിസ്റ്റംസ് ബോഡിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 10 സിസ്റ്റംസിന്റെ കൂട്ടായ്മയാണ് ഒരു ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെല്ല് ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ, ഒരു മൈറ്റോകോൺട്രിയ നിങ്ങൾക്ക് ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓവറോൾ ബോഡിനെ ആരോഗ്യവാനായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാവുന്ന ഒരു ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു പോർഷനാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന സാധനം. അപ്പൊ ഇത് എങ്ങനെ ശോഷിച്ചു തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ലീപ്പ് ഒരു പ്രശ്നം തന്നെയാണ്. 6 to 8 hours, അറ്റ്ലീസ്റ്റ് ഒരു 7 hours ഓഫ് സൗണ്ട് സ്ലീപ്പ് ഇല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ച് മൈറ്റോകോൺട്രിയയുടെ ആരോഗ്യം ശോഷിച്ചു തുടങ്ങും. വ്യായാമം തീരെ ഇല്ലാത്ത വ്യക്തികൾ, അമിതമായിട്ട് സ്ട്രെസ്, അമിതമായിട്ട് പിരിമുറുക്കം ഫേസ് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് മൈറ്റോകോൺട്രിയയുടെ ആരോഗ്യം ശോഷിച്ചു തുടങ്ങുന്നുണ്ടാവും. മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, സോ മൈറ്റോകോൺട്രിയ എന്റെ മൈറ്റോകോൺട്രിയ ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടോ, എന്റെ മൈറ്റോകോൺട്രിയ ഹെൽത്തി ആണോ എന്നറിയാൻ എന്തെല്ലാം സിംറ്റംസ്, എന്തെല്ലാം ലക്ഷണങ്ങളാണ് നമ്മൾ ബോഡി കാണിക്കാറ്? ഈ പറയുന്ന 10 ലക്ഷണങ്ങളുണ്ട്. ഈ 10 എണ്ണത്തിൽ നിങ്ങൾക്ക് ഒരു 5 ലക്ഷണങ്ങളെങ്കിലും നിങ്ങളുടെ ബോഡി കാണിക്കുന്നുണ്ടെങ്കിൽ
നിങ്ങളുടെ മൈറ്റോകോൺട്രിയ ആപത്തിലാണ്, നിങ്ങളുടെ മൈറ്റോകോൺട്രിയ ശരിക്കും പ്രവർത്തിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. ആദ്യത്തത് ക്ഷീണം, തളർച്ച ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മൈറ്റോകോൺട്രിയ പണി തന്നുകൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. രണ്ടാമത് മസിൽ വീക്ക്നെസ്, പേശികളിൽ വലിവ്, ഇടയ്ക്കിടയ്ക്ക് മസിൽ ക്രാമ്പുകൾ ഉണ്ടാവുന്നു, മസിൽ ലോസ് ഉണ്ടാവുന്നു, മസിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ടയർഡ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മൈറ്റോകോൺട്രിയ ശരിക്കും പ്രവർത്തിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഏജിങ്, പ്രായം വലിയൊരു പ്രശ്നമാണ്. 25 വയസ്സാകുമ്പോഴത്തേക്ക് സ്കിന്ന് ചുളിഞ്ഞു പോകുന്നു, മുടി നരച്ചു പോകുന്നു, പലതരത്തിലുള്ള ജീവിതശൈലി അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം മൈറ്റോകോൺട്രിയ ശരിക്കും പ്രവർത്തിക്കുന്നില്ലാത്തതിന്റെ ലക്ഷണമാണ്. ഓവർ വെയിറ്റ്, ശരീരത്തിൽ അമിതമായിട്ട് കൊഴുപ്പടഞ്ഞു കൂടുന്നത്. ഇന്ന് 80% ആൾക്കാർക്കും ഓവർ വെയിറ്റ് ഉണ്ട്. ഒരു 30 വയസ്സ് കഴിഞ്ഞ 80% ആൾക്കാർക്കും ഓവർ വെയിറ്റ് ഉണ്ട്. ബോഡി ഫാറ്റ്, അമിതമായിട്ട് ബോഡി ഫാറ്റ് അടഞ്ഞു കൂടുന്നുണ്ടെങ്കിൽ നിങ്ങളെ മൈറ്റോകോൺട്രിയ ശരിക്കും പ്രവർത്തിക്കുന്നില്ല അർത്ഥം. ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഹൈപ്പർ ഇൻസുലിനീമിയ ആൻഡ് പ്രീ ഡയബറ്റീസ് ആൻഡ് ഡയബറ്റീസ്, ഈ 4 സ്റ്റേജിലൂടെ ഏത് സ്റ്റേജിലാണെങ്കിലും നിങ്ങളെ മൈറ്റോകോൺട്രിയ ആപത്തിലാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് പറയപ്പെടുന്നത് 30 വയസ്സ് കഴിഞ്ഞ 70% ആൾക്കാർക്കും ഇൻസുലിൻ റെസിസ്റ്റന്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇൻസുലിൻ ശരിക്കും പ്രവർത്തിക്കുന്നില്ല. ഇൻസുലിൻ ശരിക്കും പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു പ്രമേഹ രോഗി ആയില്ലായിരുന്നു. ഇനി പ്രമേഹ രോഗിയാണെങ്കിൽ പോലും നിങ്ങൾ ഇൻസുലിൻ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റിക്കിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടാനായിട്ട് സാധിക്കുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻസ് വലിയൊരു കാര്യം. ഒരു കാര്യം മനസ്സിലാക്കാം, 30 വയസ്സ് കഴിഞ്ഞ 70% ആൾക്കാർക്ക് ഇൻസുലിൻ റെസിസ്റ്റന്റ് ആണ് എന്നുണ്ടെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞ 70% ആൾക്കാരിലും മൈറ്റോകോൺട്രിയയുടെ ആരോഗ്യം മോശമായി തുടങ്ങി എന്ന് മനസ്സിലാക്കുക. ഓക്സിഡേറ്റീവ് സ്ട്രെസ്, നമുക്കറിയാം ഇലക്ട്രോൺ മോഷ്ടാക്കളാണ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. ഒരു ആറ്റത്തിനുള്ളിൽ ഈവൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും, 2, 4, 6, 8 തരത്തിലെ ഇലക്ട്രോണുകൾ ഉണ്ടാവും. അപ്പൊ ഫ്രീ റാഡിക്കൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതശൈലി എല്ലാം ഫ്രീ റാഡിക്കൽസ് ആണ്. കഴിക്കുന്ന ആഹാരത്തിലൂടെ, കുടിക്കുന്ന വെള്ളത്തിലൂടെ, ശ്വസിക്കുന്ന വായിലൂടെ, ജീവിത സാഹചര്യത്തിലൂടെ, ഉറക്കക്കുറവിലൂടെ, വ്യായാമക്കുറവിലൂടെ, സ്ട്രെസ്സിലൂടെ, ഇതെല്ലാം ജീവിത സാഹചര്യങ്ങളാണ്. എനിത്തിങ് ഫോർ ദാറ്റ് മാറ്റർ എല്ലാം ലൈഫ് സ്റ്റൈൽ ആണ്, എല്ലാം ഫ്രീ റാഡിക്കൽ സ്ട്രെസ് ആണ്. അപ്പൊ ഫ്രീ റാഡിക്കൽസ് അമിതമായിട്ട് ബോഡിയിൽ ഉണ്ടെങ്കിൽ ഇലക്ട്രോണിനെ മോഷ്ടിച്ചു പോകും. ഇലക്ട്രോണിനെ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ നമ്പർ ഓഫ് ഇലക്ട്രോണിന് പകരം ഒരു ആറ്റം ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണെന്നുണ്ടെങ്കിൽ ആ ആറ്റത്തെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് അടുത്തുള്ള കോശങ്ങളെ ബുദ്ധിമുട്ടിക്കും. അവിടുന്ന് ഇലക്ട്രോൺ കടം വാങ്ങും. അപ്പൊ എന്ത് സംഭവിക്കും? ഇടത്തെ കാലിലെ മന്ത് വലത്തെ കാലിലാവും. അപ്പൊ ഈ ആറ്റം നോർമൽ ആവും, മറ്റേ ആറ്റം അൺസ്റ്റേബിൾ ആവും. അങ്ങനെ ഈ പ്രോസസ് ശരീരത്തിൽ എവിടെയൊക്കെ സംഭവിക്കുന്നുവോ അവിടെയൊക്കെ ഫ്രീ റാഡിക്കൽ ഡാമേജ് കൂടാൻ സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാത്തിനും ബാധിക്കുന്നത് മൈറ്റോകോൺട്രിയൽ ഹെൽത്ത് മാത്രമാണ്. അമിതമായിട്ട് അന്നജാഹാരം കഴിക്കുന്ന വ്യക്തികൾ ശരിക്കും സൂക്ഷിക്കുക. പ്രത്യേകിച്ച് നമ്മൾ സൗത്ത് ഇന്ത്യൻസ്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ അന്നജാഹാരം കഴിക്കുന്ന ആൾക്കാരാണ് സൗത്ത് ഇന്ത്യൻസ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചോറ് തിന്നുന്ന ആൾക്കാരാണ് നമ്മൾ മലയാളികൾ. മലയാളികൾക്ക് ഉച്ചയ്ക്ക് ചോറ് കിട്ടിയിട്ടില്ലെങ്കിൽ കയ്യും കാലുകളൊക്കെ വിറയ്ക്കാൻ തുടങ്ങും. ശരിയല്ലേ? ഇപ്പൊ ജ്യോതി സാർ തന്നെ പറഞ്ഞ് 14 ദിവസം ചോറ് കിട്ടിയില്ല UK പോയ സമയത്ത്. ചോറ് കണ്ടിട്ടില്ല എങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ചോറുണ്ടില്ല എങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല മലയാളികളെ സംബന്ധിച്ച്. അപ്പം അമിതമായിട്ട് ചോറ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന എല്ലാം അരി ഭക്ഷണമല്ലേ? രാവിലെ കഴിക്കുന്നു, ഉച്ചയ്ക്ക് കഴിക്കുന്നു, വൈകുന്നേരം കഴിക്കുന്നു, രാത്രി കഴിക്കുന്നു, എല്ലാം അരി ഭക്ഷണമാണ്. ബൈ പ്രൊഡക്റ്റ് ആയിരിക്കാന്ന് മാത്രം. സോ ഇതെല്ലാം അമിതമായിട്ട് അരി കഴിക്കുന്ന ആൾക്കാർ, അരി ആഹാരം, വെളുത്ത ഇഡ്ഡലി, വെളുത്ത പുട്ട്, വെളുത്ത ചോറ്, വെളുത്ത അപ്പം, വെളുത്ത പൊറോട്ട, വെളുത്ത ചപ്പാത്തി, വെളുത്ത ദോശ, ഇത് നമ്മൾ പേറ്റന്റഡ് വാക്കാണ് അതെല്ലാം. ശരിയല്ലേ? ഇതെല്ലാം കഴിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളെ മൈറ്റോകോൺട്രിയൽ ഹെൽത്ത് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂറോളജിക്കൽ സിംറ്റംസ്, പലതരത്തിലുള്ള ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാവുന്നു. നമുക്ക് തോന്നുന്നു മൈഗ്രെയിൻ ആണോ? ഇടയ്ക്കിടയ്ക്ക് ബ്രെയിൻ ഫോഗ് ഉണ്ടാവുന്നു. ബ്രെയിൻ ഫോഗ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻസ്, തീരുമാനം എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി കുറവ്, കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നു. കോഗ്നിറ്റീവ് ഡിക്ലൈൻ എന്ന് പറയും. കോഗ്നിറ്റീവ് ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമുക്ക് നമ്മുടെ ടെൻഷൻ ആവുന്ന സമയത്ത് നമ്മൾ ആകെ പറയില്ലേ, ആകെ മൊത്തം ഭ്രാന്താണ്, ഇപ്പൊ എന്താന്ന് കൂട്ടിയിട്ടൊന്ന് പറയും, ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു സമയം നമുക്ക് പലപ്പോഴും ലൈഫിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇത് കൂടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങളെ കോഗ്നിറ്റീവ് ഡിക്ലൈൻ ആണ്, സിവിയർ മൈറ്റോകോൺട്രിയൽ ഡിസ്ഫങ്ഷൻ ആണ്, യാതൊരു സംശയവുമില്ല. ഫാറ്റി ലിവർ മൈറ്റോകോൺട്രിയൽ ഡിസ്ഫങ്ഷൻ ആണ്. സെയ്ജേഴ്സ്, എപ്പിലെപ്സി, പാർക്കിൻസൺസ്, അൽഷൈമേഴ്സ്, ഈവൻ ലിവർ സിറോസിസ്, പലതരത്തിലുള്ള ക്യാൻസറുകൾ, കിഡ്നി പ്രോബ്ലം, നെഫ്രോൺ കോശങ്ങൾ ശരിക്കും പ്രവർത്തിക്കുന്നില്ല, അമിതമായിട്ട് ക്രിയാറ്റിൻ, അമിതമായിട്ട് യൂറിക് ആസിഡ്, അമിതമായിട്ട് ബോഡി യൂറിയ, മൈക്രോ ആൽബമിൻ കൂടുതൽ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കിഡ്നി പ്രോബ്ലംസ് വരെ ഇറ്റ് ഈസ് ഡയറക്ട്ലി ലിങ്ക്ഡ് വിത്ത് മൈറ്റോകോൺട്രിയൽ ഡിസ്ഫങ്ഷൻ. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ശരീരത്തിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ വെരി വെരി ഹൈ റിസ്ക് ആണ്.
ഇൻഫ്ലമേഷൻ ആണ് എന്താ പറയുക നീർക്കെട്ട് എന്ന് പറയും. നമ്മൾ വളരെ നിസ്സാരമായിട്ട് പറയുന്ന ഒരു സാധനമാണ് നീർക്കെട്ട്. ഇൻഫ്ലമേഷൻ ക്യാൻ കോസ് ക്ലോട്ടിംഗ്. ക്ലോട്ടിംഗ് ക്യാൻ കോസ് ബ്ലോക്കേജസ്. ബ്ലോക്കേജ് ക്യാൻ കോസ് സ്ട്രോക്ക് ഓർ ഹാർട്ട് അറ്റാക്ക്. ഇൻഫ്ലമേഷൻ ആണ് ക്ലോട്ടിംഗ് ഉണ്ടാക്കുന്നത്. ക്ലോട്ടിംഗ് ഉണ്ടെങ്കിൽ അവിടെ ബ്ലോക്ക് ഉണ്ടാവും. അത് ചിലപ്പോ ഹാർട്ടിന്റെ ഉള്ളിലാണെങ്കിൽ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവും. തലച്ചോറിലേക്ക് പോകുന്ന ഞരമ്പിലാണെങ്കിൽ ഒരു പക്ഷേ സ്ട്രോക്ക് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇൻഫ്ലമേഷൻ എന്താ പറയാ ഉണ്ടാക്കാൻ സഹായിക്കുന്ന പലതരത്തിലുള്ള കെമിക്കൽ മെസ്സഞ്ചേഴ്സുകൾ ഉണ്ട്. അതിനെയൊക്കെ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ മൈറ്റോകോൺഡ്രിയൽ ഹെൽത്ത് ആവശ്യമാണ്. മൈറ്റോകോൺഡ്രിയ ശോഷിച്ചു തുടങ്ങിയാൽ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള NF-κB പോലത്തെ IL-6 പോലത്തെ ഇന്റർലൂക്കിംഗ് 6 പോലത്തെ CRP പോലത്തെ സംഗതികളെല്ലാം കൂടി വരുന്നുണ്ടാവും. ശരീരത്തിൽ അവിടെ എവിടെയൊക്കെ നീർക്കെട്ടുകൾ ഉണ്ടാവും. നമുക്ക് പുറമേ നിന്നൊന്നും നീർക്കെട്ട് കാണുമൊന്നുമില്ല. ഉള്ളിൽ ശരീരത്തിൽ എവിടെയൊക്കെ നീർക്കെട്ടുണ്ടോ നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഇതിനെല്ലാത്തിനും പ്രൈമറി കോസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, മൈറ്റോകോൺഡ്രിയയുടെ ആരോഗ്യത്തിന് വളരെ മോശമായി തുടങ്ങി എന്നുള്ളതാണ്. ഇതിനെല്ലാത്തിനും കൂടെ വിളിക്കുന്ന ഒരു കോമൺ പേരുണ്ട്, ഒരു അസുഖമുണ്ട്. അതിനെയാണ് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. പുവർ മെറ്റബോളിക് സിൻഡ്രോം എന്ന് കാരണം, പുവർ മെറ്റബോളിക് സിൻഡ്രോം അതായത് മോശപ്പെട്ട ഉപാപചയക്രമം വളരെ മോശപ്പെട്ട് തുടങ്ങി. നിങ്ങളെ എന്താ പറയാ ശരീരം നിങ്ങൾ എന്ത് കഴിച്ചാലും അത് ഊർജമായിട്ട് കൺവെർട്ട് ചെയ്യാൻ ശരീരം ഒരുപാട് പാടുപെടുന്നുണ്ട്, ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളൊരു സൂചന കൂടെ നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. പുവർ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും. അതായത് 2025 ഈ വർഷം പ്രമേഹത്തെക്കാൾ, രക്താതി സമ്മർദ്ദത്തെക്കാൾ, കൊളസ്ട്രോളിനേക്കാൾ, ഹാർട്ട് അറ്റാക്കിനേക്കാൾ, ക്യാൻസറിനേക്കാൾ മാരകമായി ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് പുവർ മെറ്റബോളിക് സിൻഡ്രോം. ഇന്ന് മെഡിക്കൽ സയൻസ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. മൈറ്റോകോൺഡ്രിയയുടെ ആരോഗ്യത്തെ പറ്റിയോ മെറ്റബോളിക് സിൻഡ്രോമിനെ പറ്റിയോ ഒരു ഡിസ്കഷൻസും നമുക്ക് ഇന്ന് സാധാരണ രീതിയിൽ ഒരു ഹോസ്പിറ്റലിൽ പോയാലോ ഒരു ഡോക്ടർ കൺസൾട്ടേഷനിൽ പോയാലും നമുക്ക് തീരെ കിട്ടാത്തൊരു സംഗതിയാണ്. ഇതിനെല്ലാത്തിനും മൂല കാരണം എന്ന് പറയുന്നത് നമ്മളെ മെറ്റബോളിക് റേറ്റ് കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ്. മെറ്റബോളിക് റേറ്റ് കുറഞ്ഞു പോകാൻ ഒരു പ്രധാനപ്പെട്ട റീസൺ നമ്മൾ നേരത്തെ സംസാരിച്ചതാണ് അരിയാഹാരം. നിങ്ങൾക്ക് നിങ്ങളെ മെറ്റബോളിക് റേറ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എന്താ പറയാ ഷോർട്ട് കട്ട് ആയിട്ട് നമ്മളെ സെൽ പവർ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ നിങ്ങൾ മെറ്റബോളിക് റേറ്റ് കൂടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് റാദർ സേ ഓൺലി 50%. 50% മാത്രമേ ഒരു ന്യൂട്രീഷനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ന്യൂട്രീഷൻ ഓർ ന്യൂട്രീഷണൽ സപ്ലിമെന്റിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ബാക്കി 50% നമ്മുടെ കയ്യിലിരിപ്പ് അനുസരിച്ചിരിക്കും. നമ്മൾ തോന്നിയ പോലെ ജീവിക്കുന്ന, വ്യായാമമൊന്നുമില്ല, ഉറക്കക്കുറവുണ്ട്, അമിതമായിട്ട് സ്ട്രെസ് ഉണ്ട്. അതേപോലെ നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ അരിയാഹാരങ്ങൾ വളരെ കൂടുതൽ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ലൈഫ് സ്റ്റൈലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിക്കൊള്ളുന്നില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഒരു 60%, ഒരു 50% എങ്കിലും നിങ്ങൾ അന്നജാഹാരം കട്ട് ചെയ്യുക. അന്നജത്തിന് പകരം നമ്മൾ വയറ് നിറയ്ക്കേണ്ടത് ഫാറ്റ് കൊണ്ടും വെജിറ്റബിൾസ് കൊണ്ടും ഫ്രൂട്ട്സ് കൊണ്ടും പ്രോട്ടീൻ കൊണ്ടും വയറ് നിറയ്ക്കുക. ബാക്കി വളരെ കുറച്ച് നിങ്ങൾക്ക് അന്നജം കഴിക്കുക. ഇനി അമിതമായിട്ട് നിങ്ങൾക്ക് അന്നജം കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒരു നേരമാക്കി കുറയ്ക്കുക. ബാക്കി 2 നേരം 80%ഓളം നിങ്ങൾക്ക് അന്നജം കട്ട് ചെയ്യുക, നന്നായിട്ട് വ്യായാമം ചെയ്യുക. സോ ഇതാണ് ഇതിന് മെയിൻ ആയിട്ടുള്ള കാരണം. പുവർ മെറ്റബോളിക് സിൻഡ്രോമിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ഒരു കാരണമല്ല, പ്രധാനപ്പെട്ട ഒറ്റ റീസണേ ഉള്ളൂ. ആ ഒരൊറ്റ റീസൺ മൈറ്റോകോൺഡ്രിയൽ ഡിസ്ഫങ്ഷൻ ആണ്. മൈറ്റോകോൺഡ്രിയ ശരിക്കും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മെറ്റബോളിക് സിൻഡ്രോം വളരെ മോശമാണെങ്കിൽ എന്തെല്ലാം അസുഖം വരാൻ സാധ്യതയുണ്ട്? നമ്പർ 1, വയറിൽ കൊഴുപ്പടഞ്ഞുകൂടും, ഹിപ്പിൽ കൊഴുപ്പടഞ്ഞുകൂടും, ബട്ടക്സിൽ കൊഴുപ്പടഞ്ഞു കൂടുന്നതൊക്കെ കാണാൻ സാധിക്കും. വയറിൽ അമിതമായിട്ട് കൊഴുപ്പുള്ള ആൾക്കാരാണെങ്കിൽ, തീർച്ചയായിട്ടും പുരുഷന്മാരാണെങ്കിൽ 92 സെന്റിമീറ്റേഴ്സിൽ കൂടാൻ പാടില്ല. സ്ത്രീകളാണെങ്കിൽ 82 സെന്റിമീറ്റേഴ്സിൽ കൂടാൻ പാടില്ല. 82 സെന്റിമീറ്റേഴ്സിൽ കൂടുതൽ ഉള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മെറ്റബോളിക് സിൻഡ്രോം വളരെ മോശമാണ്. ഏത് അസുഖവും എപ്പോൾ വേണമെങ്കിലും വരാന്നർത്ഥം. ഓക്കെ. നമ്പർ 2, ഇൻസുലിൻ റെസിസ്റ്റന്റ് ആൻഡ് ഹൈപ്പർ ഇൻസുലീമിയ നമ്മൾ ഓൾറെഡി സംസാരിച്ചതാണ്. നമ്പർ 3, പുവർ മെറ്റബോളിക് സിൻഡ്രോമിന്റെ ഒരു കാരണം ബ്ലഡ് പ്രഷർ ആണ്, രക്താതി സമ്മർദ്ദം. അൺകൺട്രോളബിൾ ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ നിങ്ങളെ മെറ്റബോളിക് റേറ്റിന് താരുമാറാക്കി കളയുന്നുണ്ടാവും. ട്രൈഗ്ലിസറൈഡിന്റെ അളവ് വർദ്ധിക്കുന്നു. ട്രൈഗ്ലിസറൈഡിനേക്കാൾ കൂടുതൽ ഞാൻ പറയാന്നുണ്ടെങ്കിൽ APOB എന്ന് പറയും. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറെ ദിവസം നമുക്ക് ഒരു ടോപ്പിക് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. APOB, എപ്പോലിപ്പോപ്രോട്ടീൻ ബി ആണ് ഇതിനെല്ലാത്തിനും കാരണം. ട്രൈഗ്ലിസറൈഡോ LDL കൊളസ്ട്രോളും IDL-ഉം VLDL-ന്റെ എല്ലാത്തിനും ബ്ലോക്കേജിന് കാരണം APOB ബ്ലോക്സ് ആണ്. ലോ HDL, പല ആൾക്കാരും വിട്ടുപോകുന്ന ഒരു സംഗതിയാണ്. HDL എന്ന് പറയുന്നത് വളരെ നല്ല കൊഴുപ്പാണ്.
HDL വളരെ മോശമായി തുടങ്ങി. HDL നിങ്ങൾക്ക് 45-ന്റെ താഴെയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മിനിമം 45 എങ്കിലും വേണം. 50 ആൻഡ് അബവ് ഉണ്ടെങ്കിൽ ഏറ്റവും ഐഡിയൽ ആണ് HDL. ഞാൻ പറയണേ 50 ആൻഡ് അബവ്, 55 ഒക്കെ ഉണ്ടെങ്കിൽ വെരി മച്ച് ഐഡിയൽ ആണ് HDL. 50 ആൻഡ് അബവ് HDL ഉള്ള ആൾക്കാർ വെരി റയറാ. വളരെ കുറച്ച് ആൾക്കാർ, ഞാൻ കണ്ട ബ്ലഡ് റിപ്പോർട്ടിൽ ഒരു 10% പോലും ആൾക്കാരുണ്ടാവില്ല HDL 50-ൽ കൂടുതലുള്ള ആൾക്കാർ. ബാക്കി 90% ആൾക്കാരും HDL 50-ന് താഴെയാണ്. അവിടെ പറയുന്ന 45, 44 ഒക്കെ ഉണ്ടെങ്കിൽ നോർമൽ ആണെങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും ലോലി നോർമൽ ആണ്. നോർമൽ ലെവലിലാണ്, പക്ഷെ ലോ മാർജിനിലാണ് നിങ്ങൾ നിൽക്കുന്നത് മനസ്സിലാക്കുക. അപ്പൊ HDL ലോ ആണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളെ മെറ്റബോളിക് സിൻഡ്രോം വളരെ മോശമാണ്. ഫാറ്റി ലിവർ ഒരു കാരണമാണ്. ബ്രെയിൻ ഫോഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലാക്ക് ഓഫ് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അറ്റൻഷൻ പറ്റുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് കോൺസ്റ്റന്റ് ഫെറ്റീഗ്നെസ്, തളർച്ചയൊക്കെ ഉണ്ടാവുന്നതിനൊക്കെ പ്രശ്നം തന്നെയാണ്. കോശങ്ങൾക്ക് വേണ്ട അളവിൽ ഊർജം കിട്ടുന്നില്ല. സൈലന്റ് ഇൻഫ്ലമേഷൻ, അതാണ് നേരത്തെ നമ്മൾ സംസാരിച്ചത്. നമുക്ക് സൈലന്റ് ഇൻഫ്ലമേഷൻ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും സംഭവിക്കാം, നമുക്ക് അറിയും പോലും ഇല്ല. ഇൻഫ്ലമേഷൻ നമുക്ക് അറിയുന്നുണ്ടാവും, ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വരുന്നതിന് ശേഷമായിരിക്കും നമുക്ക് അയ്യോ ഇൻഫ്ലമേഷൻ, അപ്പോഴും ഇൻഫ്ലമേഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ലാസ്റ്റ് നമ്മൾ തീർത്തും ഒഴിവാക്കി കളയുന്ന ഒരു സാധനമുണ്ട്, ലെഗ് പെയിൻ. മുട്ടിന്റെ താഴെ, തൊടേന്റെ താഴെയുള്ള, അരയ്ക്ക് താഴെയുള്ള വേദന, പേശി വലിവ്, അരയ്ക്ക് താഴെയുള്ള മസിൽസിന് ശേഷിക്കുറവ്, അരയ്ക്ക് താഴെ ശരിക്കും നിൽക്കാൻ പറ്റുന്നില്ല, കുറച്ചു നേരം നടക്കുമ്പോഴത്തേക്കും വേദന, ഒരു കാലിന്റെ അടിയിൽ ഒരു കുത്തല് പോലെ, ഒരു ടിംഗ്ലിങ് പോലെ അല്ലെ, എരിച്ചില്, നീച്ചല്, പുകച്ചില്, കുറച്ച് നടക്കുമ്പോഴത്തേക്ക് ഇരിക്കാൻ തോന്നുന്നു, കുറച്ച് ഇരിക്കുമ്പോഴത്തേക്ക് നിൽക്കാൻ തോന്നുന്നു. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കാലിൽ പെയിൻ, ഞാൻ എപ്പോഴും സെമിനാറുകളിൽ പറയാറുണ്ട്, ലെഗ് അറ്റാക്ക് എന്ന് പറയും. ഇഫ് യു ഹാവ്, നിങ്ങൾ കാലിൽ 60% രക്തയോട്ട കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശരീരത്തിൽ പല ആർട്ടറീസിലും വെയിൻസിലും പലതരത്തിലുള്ള ഞരമ്പുകളിലും നിങ്ങൾക്ക് രക്തയോട്ട കുറവുണ്ടാവും. അത് ഹാർട്ടിലേക്കും ബ്രെയിനിലേക്കും ആണെന്നുണ്ടെങ്കിൽ ആര് കണ്ടു ഒന്നും പറയാൻ സാധിക്കില്ല. സോ കാലിൽ വേദന ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിസ്സാരമാക്കി കളയരുത്. യു ഡിസ്കസ് വിത്ത് യുവർ വെൽനസ് കൺസൾട്ടന്റ്. നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള, നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു വെൽനസ് കൺസൾട്ടന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുക. ഒരുപക്ഷെ ഡോക്ടറെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് കുഴപ്പമൊന്നുമില്ല, ഏതെങ്കിലും മൾട്ടി വൈറ്റമിൻ കഴിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. വളരെ നിസ്സാരമായിട്ട് കളയുന്ന ഒരു സംഗതി ആകരുത്. നിങ്ങൾക്ക് കാലിൽ പേശിവേദന അല്ലെങ്കിൽ ഈ പറയുന്ന കുത്തല്, പുകച്ചല്, നീച്ചല്, പറയാ നമ്പ്നെസ് ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കരുത്. ഇത് വളരെ മോശപ്പെട്ട ഒരു കണ്ടീഷനാണ്. ഒരുപക്ഷെ വലിയൊരു വിപത്തിലേക്ക് നാളെ വരുന്നതിന്റെ ഒരു സൂചന കൂടെയാണ് നേരത്തെ നിങ്ങൾ ശരീരം തന്നത്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് കേട്ടില്ല എന്ന് നടിക്കരുത്. നിങ്ങൾക്കോ നിങ്ങളെ വേണ്ടപ്പെട്ട ആൾക്കാർക്കോ എങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. ഉടനെ തന്നെ നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു വെൽനസ് കൺസൾട്ടായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവർക്ക് വേണ്ടുന്ന പ്രതിവിധികൾ പറഞ്ഞു കൊടുക്കും. ഓക്കെ, സോ ഡിക്ലൈൻഡ് സെൽ പവർ, ഇതെല്ലാത്തിനും കാരണം കോശത്തിന്റെ പവർ കുറയുന്നു. ഡിക്ലൈൻഡ് സെൽ പവർ ആണ് ഇതിനെല്ലാത്തിന്റെയും റീസൺ. സോ ഒരു കോശത്തിന്റെ ആരോഗ്യത്തിന് എന്തുകൊണ്ട് കോശത്തിന്റെ ആരോഗ്യത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നു, നിങ്ങൾക്ക് ഏകദേശം ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഒന്നുകൂടെ ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ രോഗപ്രതിരോധ ശേഷിക്ക് മൈറ്റോകോൺട്രിയ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ മൈറ്റോകോൺട്രിയൽ ഹെൽത്തിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതിരോധ ശേഷി നന്നായിട്ട് വർദ്ധിക്കുന്നുണ്ടാവും. സെക്കൻഡ്, സെൽ റിന്യൂവൽ എന്ന് പറയും. പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നു. ഒരുപക്ഷെ 30 വയസ്സ് കഴിഞ്ഞാൽ, ഒരു 40-50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ച്, ഒരു 20 വയസ്സ് 15 വയസ്സ് കഴിഞ്ഞ വ്യക്തികളെ സംബന്ധിച്ച് ഡിഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൽ റിന്യൂവൽ ഡിഫറൻസ് ഉണ്ടാവും അല്ലേ. ഇപ്പം ഡീജനറേഷൻ കൂടുന്നുണ്ടാവും 50 വയസ്സ് 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, റീജനറേഷൻ കുറവായിരിക്കും. അപ്പൊ ആ റീജനറേഷൻ കുറച്ചുകൂടെ ഒന്ന് ഉഷാറാക്കി എടുത്താൽ, അതൊരു പക്ഷെ നിങ്ങൾ സ്കിന്നിലാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്കിന്നൊക്കെ ഒരു പക്ഷെ ശരിക്കും ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നു പല ആൾക്കാരൊക്കെ, സാഗി സ്കിൻ എന്നൊക്കെ പറയും ഇല്ലേ. താടിയുടെ ഇവിടെ ഫാറ്റ് തൂങ്ങുന്നു, കവിള് ചീർക്കുന്നു അല്ലെ. ഇവിടെയൊക്കെ പ്രശ്നം ഉണ്ടാവുന്നത് ഇതെല്ലാം മൈറ്റോകോൺട്രിയൽ ഡിസ്ഫങ്ഷനാണ്. അതേപോലെ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രീഷൻ, എന്ത് കഴിച്ചിട്ടും ശരീരത്തിന് അങ്ങോട്ട് പിടിക്കുന്നില്ല, ഇതും വലിയൊരു പ്രശ്നം തന്നെയാണ്. ന്യൂട്രീഷൻ നന്നായിട്ട് അബ്സോർബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മൈറ്റോകോൺട്രിയ വിചാരിക്കണം. ഓക്കെ, എനർജി പ്രൊഡക്ഷൻ നേരത്തെ നമ്മൾ സംസാരിച്ചതാണ്. വേസ്റ്റ് റിമൂവലിന് വരെ മൈറ്റോകോൺട്രിയക്ക് നല്ലൊരു പങ്കുണ്ടെന്ന് മനസ്സിലാക്കുക. വേസ്റ്റ് റിമൂവലിന്റെ 2 ഓർഗനാണ് നമ്മുടെ സ്കിന്ന്, അതേപോലെ കിഡ്നി ആൻഡ് ലിവർ അല്ലെ. കിഡ്നിയുടെ ലിവറിന്റെ മൈറ്റോകോൺട്രിയ നന്നായിട്ട് ഫങ്ഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ശരീരത്തിന് പ്രോപ്പറായിട്ട് വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാൻ ശരീരം ബുദ്ധിമുട്ടും. അപ്പൊ ബോഡിയിൽ അമിതമായിട്ട് വേസ്റ്റ് അടഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ, ടോക്സിൻസ് അടഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഇത് ഒരു പക്ഷേ ബ്ലഡ് ഗ്ലൂക്കോസ് ആവാം, വേറെ എന്തെങ്കിലും ഹോമോസിസ്റ്റൈൻ പോലത്തെ മെറ്റബോളിക് വേസ്റ്റുകൾ ആവാം, ക്രിയാറ്റിൻ ആവാം. ഇറ്റ് ക്യാൻ ബി എനിത്തിങ് ഫോർ ദാറ്റ് മാറ്റർ. ഓക്കെ, അപ്പൊ ലിവറും കിഡ്നിയും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിവറിന്റെയും കിഡ്നിയുടെയും മൈറ്റോകോൺട്രിയ വിചാരിക്കണം.
ഓക്കെ. ഗ്രോത്ത്, ഡെവലപ്മെന്റ് ആൻഡ് റിപ്പയർ ഇത് മൂന്നിനും മൈറ്റോകോൺട്രിയ വളരെ ആവശ്യമാണ്. മെറ്റബോളിക് റേറ്റ്, ഓവറോൾ മെറ്റബോളിക് റേറ്റിനെ കൺട്രോൾ ചെയ്യാൻ, ഞാൻ പറഞ്ഞല്ലോ കോശത്തിന്റെ ബ്രെയിൻ ആണ്, കോശത്തിന്റെ കൺട്രോൾ റൂമാണ് ഈ പറയുന്ന മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. അതേപോലെ ബോഡി സ്ട്രക്ചർ വരെ, ശരീരത്തിന്റെ സ്ട്രക്ചർ, ഇപ്പത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ലീൻ മസിൽ മാസ് ആണ്. മസ്കുലർ ആയിരിക്കണം, ബട്ട് ബോഡി ബിൽഡേഴ്സിനെ പോലത്തെ മസ്കുലർ അല്ല, ലീൻ ആയിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം, മസിൽ മാസ് ഉണ്ടാവും വേണം. മസിൽ ലോസ് ഉണ്ടാവുകയും ചെയ്യരുത്, മസിൽ മാസിനെ മെല്ലെ കൂട്ടിക്കൊണ്ടുവരുകയും വേണം. ഇതാണ് ഇന്നത്തെ ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതിനെല്ലാത്തിനും പറ്റാവുന്ന ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പ്രോഡക്റ്റിന്റെ പേര് സെൽ പവർ എന്നാണ്. സെൽ പവർ, CELLPOWER, സെൽ പവർ എന്നാണ് ഈ പ്രോഡക്റ്റിന്റെ പേര്. ടാബ്ലറ്റ് ഫോമിലാണ്, 60 ടാബ്ലറ്റ് ആണ് ഒരു കണ്ടെയ്നറിൽ വരുന്നത്. 1448 സംതിങ് അങ്ങാണ്ടാണ് അതിന്റെ DP പ്രൈസ് വരുന്നത്. മോർ ദാൻ 1800 റുപ്പീസ് വരുന്നുണ്ട് ഇതിന്റെ MRP എന്ന് പറയും. ഈ പ്രൊഡക്റ്റിന്റെ ആദ്യം മനസ്സിലാക്കുക, 2007 ജൂൺ ജൂലൈയിൽ മൈ ഫാദർ വാസ് കംപ്ലീറ്റ്ലി സിക്ക് എന്ന് പറഞ്ഞാൽ ലിവർ ക്യാൻസർ 4C സ്റ്റേജ് ആയിരുന്നു. 4C എന്ന് പറഞ്ഞാൽ പിന്നെ 4D ആ. 4D ആയി കഴിഞ്ഞാൽ ഈക്വൽ ടു ഡെത്ത് ആണ്. 4C സ്റ്റേജില്, ലിവർ ക്യാൻസർ 4C സ്റ്റേജിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അന്ന് റീഡേഴ്സ് ഡൈജസ്റ്റിന്റെ മാഗസിന്റെ, അന്ന് ഗൂഗിളും കാര്യങ്ങളൊന്നും ഇല്ല, സ്മാർട്ട് ഫോൺ ഒന്നും ഇല്ല, സാധാരണ ഫോണായിരുന്നു അന്നൊക്കെ. അപ്പൊ ആ സമയത്ത് റീഡേഴ്സ് ഡൈജസ്റ്റിന്റെ കോമ്പറ്റീഷനൊക്കെ ഞാൻ പങ്കെടുത്ത് ഞാൻ അതിന്റെ വിന്നറൊക്കെ ആയിട്ട് റീഡേഴ്സ് ഡൈജസ്റ്റ് മാസത്തിൽ 2 ദിവസം ഫോർട്ട്നൈറ്റ് ആയിട്ട് മാഗസിൻസ് എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. മാഗസിൻസ് അല്ല, ഇത്ര വണ്ണമുള്ള പുസ്തകങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട്. ഒരു 10-25 പുസ്തകം ഉണ്ട്, ഇത്ര വണ്ണമുള്ള പുസ്തകം. എന്റെ അന്നത്തെ എന്റെ അസറ്റ് ആയിരുന്നു ആ പുസ്തകം എന്ന് പറയും. എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിൽ വായിച്ചപ്പോ എനിക്ക് മനസ്സിലായത്, ആൽഫ ലിപ്പോയിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇത് നമ്മളെ എന്താ പറയാ, ഈ മൈറ്റോകോൺട്രിയൽ ഹെൽത്തിനും ലിവറിന്റെയും കിഡ്നിയുടെ ആരോഗ്യത്തിനും ശരീരത്തിന്റെ ഓവറോൾ മെറ്റബോളിക് റേറ്റ് കൂട്ടാനുള്ള സാധനം എന്നുള്ളത് 17 കൊല്ലം മുന്നേ മനസ്സിലാക്കിയിട്ട് $60 കൊടുത്തിട്ട് ഒരു ബോട്ടിൽ ഇമ്പോർട്ട് ചെയ്തെന്ന വേറൊരു കമ്പനിയുടെയാണ്, ഓൺലൈനിൽ കിട്ടുന്ന. അന്ന് ആമസോൺ ഒന്നും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. എന്റെ കസിൻ ബ്രദർ ടെക്സാസിലുണ്ട്, അവിടുന്ന് ഞാൻ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നൊരു സാധനമാണ്. ആ സാധനം അച്ഛൻ 5 കൊല്ലം ഉപയോഗിച്ചു. അത് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഒരുപാട് പ്രൊഡക്റ്റുകൾ വേറെയും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ലിവർ സപ്പോർട്ടീവ് ആയിട്ടും ആന്റി ഓക്സിഡന്റുകളായിട്ടൊക്കെ ഒരുപാട് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിരുന്നു. ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, ഒരു കുഴപ്പമില്ല, അപ്പുറത്തെ റൂമിലുണ്ട്. 18 കൊല്ലമായി. അപ്പം ഈ പ്രോഡക്റ്റിന്റെ മഹിമ, ഈ പ്രൊഡക്റ്റിന്റെ മഹത്വം എന്താന്നുള്ളത് വേറെ ആരെക്കാളും നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ എന്ന് എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. കാരണം ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ വ്യക്തി എന്റെ വീട്ടിൽ കിടക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാനും ഉപയോഗിക്കാറുണ്ട്. ഇതെന്താ സാധനം എന്നുള്ളത് നമുക്കും മനസ്സിലാക്കണമല്ലോ. പച്ചോടിയാ പറയാതെ, നിങ്ങൾ 5 ടാബ്ലറ്റ് കഴിക്കേണ്ട 2 ഞാൻ കഴിക്കും കേട്ടോ എന്ന് പറയും. ഇടയ്ക്ക് ഞാനും ഉപയോഗിക്കാറ്. ഓക്കെ. അപ്പൊ ഇത് വന്നു എന്ന് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം നമ്മൾ എല്ലാവരും നിർബന്ധമായിട്ടും ഈ പറഞ്ഞ 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വ്യക്തികൾക്ക് മൈറ്റോകോൺട്രിയയുടെ ആരോഗ്യം ശോഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് ആദ്യം ഉപയോഗിക്കേണ്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വ്യക്തി, സ്ത്രീ പുരുഷൻ ആരായിക്കോട്ടെ, നിർബന്ധമായിട്ടും നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങണം. കാരണം ഇതിന് കുറച്ച് റീസൺസ് ഉണ്ട്. അതിനൊരു 10 കാരണങ്ങൾ കൂടെ ഞാൻ പറയാം. 10 അല്ല, 12, 14 കാരണങ്ങളുണ്ട്. ഒന്ന് ഫാസ്റ്റ് ആയിട്ട് ഞാൻ കടന്നു പോവാം. ഓക്കെ. ചിലപ്പോ ഒരു 5-10 മിനിറ്റ് എക്സ്ട്രാ എടുത്തേക്കാം. കുഴപ്പമൊന്നുമില്ലല്ലോ ഷാജി സാർ? കുഴപ്പമുണ്ടെങ്കിൽ പറയണേ. ഓക്കെ. അപ്പം ഇതിന്റെ ആദ്യത്തെ അഡ്വാൻറ്റേജ്, വളരെ പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഫ്രീ റാഡിക്കൽസിനെ വൈപ്പ് ഔട്ട് ചെയ്യാനായിട്ട്, ഫ്രീ റാഡിക്കൽസിനെ ഫ്ലഷ് ഔട്ട് ചെയ്യാനായിട്ട് ഇതിനേക്കാൾ നല്ലൊരു പ്രോഡക്റ്റ് വെസ്റ്റീജിൽ ഇല്ല, ഇറക്കിയിട്ടില്ല. നമ്മൾ സീബക്തോണും കുർക്കുമിനും വൈറ്റൽ കോംപ്ലക്സും ഒക്കെ ആയിരുന്നു നമ്മൾ ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്തിരുന്നതെങ്കിൽ, ഈ സാധനമാണ് നമ്പർ 1 ആയിട്ട് നമ്മൾ ഇനി പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ആൽഫ ലിപ്പോയിക് ആസിഡ് സെൽ പവർ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. കാരണം ഇത് വളരെ ഈസി ആയിട്ട്, ആൽഫ ലിപ്പോയിക് ആസിഡിന്റെ പ്രത്യേകത, ഇത് ഫാറ്റ് സോലുബിൾ വൈറ്റമിനും ആണ്, വാട്ടർ സോലുബിൾ വൈറ്റമിനും ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ചലഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വെള്ളത്തിൽ അലിയുന്ന എന്താ പറയാ, ഈ പറയുന്ന ഫ്രീ റാഡിക്കൽ സ്ട്രെസ്സിനാണ് നമ്മൾ വൈറ്റമിൻ സിയും നമ്മൾ ബി വൈറ്റമിൻസും എല്ലാം കൊടുക്കുന്നത്. ഇത് വാട്ടർ സോലുബിൾ വൈറ്റമിൻ ആണ്. അതേപോലെ വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ ഒക്കെ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആണ്. അപ്പം
ഈ ആൽഫ ലിപ്പോയിക് ആസിഡ് എന്ന് പറയുന്നത് വൈറ്റമിൻ എ ആണ്, വൈറ്റമിൻ ഡി ആണ്, വൈറ്റമിൻ ഇ ആണ്, വൈറ്റമിൻ കെ ആണ്, വൈറ്റമിൻ സി ആണ്, ബി വൈറ്റമിൻസ്. ഈ 6 വൈറ്റമിൻസിന്റെയും എന്താ പറയാ ആന്റി ഓക്സിഡന്റ് ബെനിഫിറ്റ് സിംഗിൾ ഷോട്ടിൽ ഒരൊറ്റ പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ തലമുടി മുതൽ നഖം വരെ എവിടെയൊക്കെ നിങ്ങൾക്ക് ഫ്രീ റാഡിക്കൽ സ്ട്രെസ് ഉണ്ടോ അതിനെയൊക്കെ ഉന്മൂലനം ചെയ്യാൻ, ഇതിനേക്കാൾ വേറെ നല്ലൊരു വാക്ക് ഉപയോഗിക്കാനില്ല, ഇതിനൊക്കെ മോഹൻലാലിന് കട്ടെടുത്ത ഉന്മൂലനം ചെയ്യാൻ ഏറ്റവും നമ്പർ 1 പ്രോഡക്റ്റ് വേറെ ഒന്നുമല്ല ആൽഫ ലിപ്പോയിക് ആസിഡ്, നമ്മുടെ സെൽ പവർ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. സെക്കൻഡ് അഡ്വാൻറ്റേജ്, മൈക്രോ ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷൻ. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ ചില ന്യൂട്രിയൻസ് ഒക്കെ 100 മൈക്രോഗ്രാമുകളൊക്കെ മതി. ഇപ്പൊ സിങ്ക് ഒക്കെ 15 മൈക്രോഗ്രാം, മില്ലിഗ്രാമും അല്ല കേട്ടോ, മൈക്രോഗ്രാം എന്ന് പറയും. ഗ്രാം എത്ര ഉണ്ടാവും? വളരെ കുറച്ച് അല്ലേ? മില്ലിഗ്രാം എത്ര ഉണ്ടാവും? 1/100th ആണ് മില്ലിഗ്രാം. മൈക്രോഗ്രാം എത്ര ഉണ്ടാവും? 1/100th ഓഫ് എ മില്ലിഗ്രാം. നമുക്ക് ഒരു പക്ഷേ ഭൂതക്കണ്ണാടിയൊക്കെ വെച്ച് നോക്കേണ്ടി വരും മൈക്രോഗ്രാമിന്റെ അളവ് കണക്കാക്കണം എന്നുണ്ടെങ്കിൽ. ഈ മൈക്രോഗ്രാമിന്റെ അളവ് പല ന്യൂട്രിയൻസും ശരീരത്തിലേക്ക് ചെന്നിട്ടില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വലിയ പ്രത്യാഘാതങ്ങൾ ശരീരം നേരിടുന്നുണ്ടാവും. ഈ മൈക്രോഗ്രാമുകൾ അളവിൽ വേണ്ട ന്യൂട്രിയൻസ് ഒന്നും ശരീരത്തിന് പ്രോപ്പർ ആയിട്ട് അബ്സോർബ് ചെയ്തോളുന്നില്ല. അപ്പൊ വൈറ്റമിൻ K2 ഒരു മൈക്രോഗ്രാം ആണ്. വൈറ്റമിൻ K2 പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ശരീരത്തിൽ ബോൺ ഡെൻസിറ്റി കുറയും, വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷൻ കുറയും, യാതൊരു സംശയമില്ല. വൈറ്റമിൻ K2 കുറവുണ്ടെങ്കിൽ അമിതമായിട്ട് എന്താ പറയാ ആർട്ടറീസിൽ കാൽഷ്യം ഡെപ്പോസിറ്റ് ഉണ്ടാവും. അത് വലിയൊരു പ്രശ്നം, ഭാവിയിൽ ഹാർട്ട് ബ്ലോക്കുകൾ ഉണ്ടാവും, കാർഡിയാക് അറസ്റ്റ് വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു ഹാർട്ട് CT ഒക്കെ എടുത്ത് നോക്കിയാലാണ് നമുക്ക് ആർട്ടീരിയൽ കാൽസിഫിക്കേഷൻ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും പോലുമില്ല. സോ ഏത് മൈക്രോ ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷനും, ഉദാഹരണം പറഞ്ഞ എല്ലാ മിനറൽസും, മില്ലിഗ്രാമിൽ വേണ്ട മിനറൽസ് എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം, സിങ്ക് പോലും മില്ലിഗ്രാമിലല്ല മൈക്രോഗ്രാമില്ല. മഗ്നീഷ്യം, കോപ്പർ, മാംഗനീസ്, അങ്ങനത്തെ ഒരു വളരെ 4-5 മിനറൽസ് മാത്രമേ മില്ലിഗ്രാമിൽ വേണ്ടൂ. ബാക്കി ഒരുമാതിരി എല്ലാ മിനറൽസും മൈക്രോഗ്രാമിലാണ് വേണ്ടത്. ഈ മൈക്രോഗ്രാമിൽ കൊടുക്കുന്ന സാധനം ശരീരം പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്തോളുന്നേ ഇല്ല. ശരീരം അപ്പൊ തന്നെ റിജക്ട് ചെയ്യാനാണ് സാധ്യത. അപ്പോ ഈ പറയുന്ന ഏത് സാധനത്തിനെയും അബ്സോർബ് ചെയ്യാനായിട്ട് ഈ ആൽഫ ലിപ്പോയിക് ആസിഡ് നമ്മളെ സഹായിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ സെല്ലുലാർ എനർജി, എങ്ങനെയാണ് കോശത്തിന് എനർജി ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായല്ലോ. മൈറ്റോകോൺട്രിയയുടെ ആരോഗ്യത്തിന്, കുറുന്തോട്ടിക്ക് വാദം സംഭവിക്കണ്ട. വാദത്തിന് ഉപയോഗിക്കുന്ന സാധനമാണ് കുറുന്തോട്ടിയെങ്കിൽ കുറുന്തോട്ടിക്ക് വാദം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ വാദത്തിന് വേറൊരു പ്രൊഡക്റ്റും ഇല്ല, അല്ലേ? അതേപോലെ തന്നെ മൈറ്റോകോൺട്രിയക്ക് ഫ്രീ റാഡിക്കൽ സ്ട്രെസ് വന്നാൽ മൈറ്റോകോൺട്രിയക്ക് ഒരു ജയിലിനകത്ത് അടച്ച പോലെ ഉണ്ടാവും. മൈറ്റോകോൺട്രിയക്ക് പ്രോപ്പറായിട്ട് ഒന്നും വർക്ക് ചെയ്യാൻ സാധിച്ചോളുന്നില്ല. അപ്പം ഈ സ്ഥിരമായിട്ട് നിങ്ങൾ ആൽഫ ലിപ്പോയിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മൈറ്റോകോൺട്രിയൽ ഹെൽത്ത്, മൈറ്റോകോൺട്രിയൽ ഫ്രീ റാഡിക്കൽ സ്ട്രെസ് വരാതിരിക്കാനായിട്ട് തടയുന്നുണ്ടാവും. നിങ്ങൾക്ക് എപ്പോഴും രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങളുടെ എനർജി മെറ്റബോളിക് റേറ്റ് നമുക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളെ സഹായിക്കുന്നുണ്ടാവും. വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നെർവ് പെയിൻ, നമ്മൾ നേരത്തെ പറഞ്ഞാണ്, നാഡീ ഞരമ്പുകളിൽ ഉണ്ടാവുന്ന വേദന, തരിപ്പ്, മരവിപ്പ്, സർക്കുലേഷൻ കുറവ്, രക്തയോട്ടക്കുറവ്, കാലിൽ ഉണ്ടാവുന്ന ബ്ലോക്കേജസ്, കാലിലെ ഞരമ്പുകൾക്ക് ഉണ്ടാവുന്ന തടിപ്പ്, വെരിക്കോസ് വെയിൻ വരെ, ഇതിനെല്ലാത്തിനും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സർക്കുലേഷൻ ഇഷ്യൂ ആണ്. എനിത്തിങ് ഫോർ ദാറ്റ് മാറ്റർ, എനി സർക്കുലേഷൻ ഇഷ്യൂസ് ഇൻ എനി പാർട്ട് ഓഫ് യുവർ ബോഡി, എനി സർക്കുലേഷൻ ഇഷ്യൂസ്, എവിടെയൊക്കെ സർക്കുലേഷന്റെ ഇഷ്യൂസ് ഉണ്ടോ, ഒരു പക്ഷേ സൈഡ് എഫക്റ്റുകൾ ഇല്ലാത്ത വളരെ ചുരുക്കം ചില പ്രൊഡക്റ്റ് മാത്രമേ വെസ്റ്റീജിലുള്ളൂ. ഇതിലൊരു പ്രൊഡക്റ്റ് ആണ് ആൽഫ ലിപ്പോയിക് ആസിഡ്. ഒരു സൈഡ് എഫക്റ്റ് ഇതേവരെ കണ്ടുപിടിക്കാൻ ആൽഫ ലിപ്പോയിക് ആസിഡിന് സാധിച്ചിട്ടില്ല. റിസർച്ച് സ്റ്റഡീസ്, പ്രോപ്പർ റിസർച്ച് സ്റ്റഡീസിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയ ഒരു പക്ഷേ ഗൂഗിൾ ഒന്നും റിസർച്ച് സ്റ്റഡീസിന്റെ അടിസ്ഥാനത്തിലല്ല വർക്ക് ചെയ്യുന്നത്. അത് എന്താ പറയാ, സെർച്ച് എൻജിൻസ് കൂടുന്തോറും അത് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ എന്താ പറയാ റിസർച്ച് സ്റ്റഡീസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ there is no side effect regarding alpha lipoic acid, is very safe to use. ഓക്കെ, നിങ്ങൾ കാര്യമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ our topic will be deviated. സോ അത് ശ്രദ്ധിക്കുക. ഡൗട്ട്സ്, if you have any doubts you can ask at the end of the session. ഓക്കെ, എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, സർക്കുലേഷൻ ഇഷ്യൂസ്, നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ, കാലിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും ബ്ലോക്ക് ഉണ്ടാവാം. കാലിലെ ഞരമ്പുകൾക്ക് തരിപ്പുണ്ടെങ്കിൽ, പേശിവലിവുണ്ടെങ്കിൽ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും ഇത് സംഭവിക്കാം. അത് ഇൻഫ്ലമേഷൻ ആണ്. കാലിൽ മാത്രം ഇൻഫ്ലമേഷൻ വരുമോ? ഇല്ല, ശരീരത്തിൽ എവിടെ വേണമെങ്കിലും ഇൻഫ്ലമേഷൻ വരാം. ഇൻഫ്ലമേഷൻ വന്നാൽ
അവിടെ ക്ലോട്ടിംഗ് ഉണ്ടാവും. ക്ലോട്ടിംഗ് ഉണ്ടെങ്കിൽ ബ്ലോക്ക് ഉണ്ടാവും. ബ്ലോക്ക് ഉണ്ടെങ്കിൽ അവിടെ രക്തയോട്ട കുറവുണ്ടാവും. അത് എവിടെ വേണമെങ്കിലും ആവാം. ഒരുപക്ഷെ കാർഡിയക് അറസ്റ്റിനോ സ്ട്രോക്കിനോ ഏർലിയർ സൂചനയാണ് ലഭിക്കുന്നത്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? ഡയബറ്റിക് ന്യൂറോപ്പത്തി, നേഴ്സിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷനെ തടയുന്നുണ്ടാവും. അപ്പം പ്രമേഹം വന്നിട്ട് ഒരു 10, 12, 15 കൊല്ലമായിട്ടൊക്കെ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും ഇൻഫ്ലമേഷൻ വരാം. അതിലൊരു ഇൻഫ്ലമേഷൻ ആണ് നേഴ്സ് ഇൻഫ്ലമേഷൻ വരാൻ സാധ്യതയുണ്ട്. ന്യൂറോപ്പത്തി എന്ന് പറയും. ഡയബറ്റിക് ന്യൂറോപ്പത്തിക്ക് ഫാന്റാസ്റ്റിക് റിസൾട്ട് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തിക്ക് കിട്ടുന്നത്. ഓക്കെ, അടുത്തതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ഇത് വെസ്ലിം ശ്രേണിയിലാണ് കമ്പനി ഇറക്കിയിട്ടുള്ളത്. ഞാനും ആലോചിച്ചിട്ട് എന്തിനാ ഈ വെസ്ലിം ശ്രേണിയിൽ ഈ പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുള്ളത്. ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ആന്റി ഓക്സിഡന്റ് സെക്ഷനിലാണ് ഈ പ്രൊഡക്റ്റ് ഇറക്കേണ്ടിയിരുന്നത്. വെസ്റ്റീജ് തന്നെ കമ്പനി തന്നെ പറയുന്നത് ആന്റി ഏജിങ് ആയിട്ടാണ്. നിങ്ങൾക്ക് പ്രായം കുറയുന്നതായിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നൊക്കെ കുറച്ചുകൂടെ യൂത്ത് ആയിട്ടാവും. നിങ്ങൾക്ക് ഒരു 10 വയസ്സ്, ഒരു 15 വയസ്സൊക്കെ പ്രായം കുറച്ച് നിങ്ങൾക്ക് ആൾക്കാരൊക്കെ തോന്നിക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആന്റി ഏജിങ് ക്രീംസ് ഒക്കെ ഉപയോഗിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആന്റി ഏജിങ്ങിന് സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് വെസ്റ്റീജ് ഈ സാധനത്തെ എംഫസൈസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഈ സാധനം വെസ്ലിം ശ്രേണിയിൽ ഇറക്കി എന്ന് ചോദിച്ചാൽ, നമ്മൾ എപ്പോഴും പറയാറുണ്ട് എന്തുകൊണ്ടായിരിക്കും നമ്മൾ ബോഡി വെയിറ്റ് കൂടുന്നത്. ബോഡി വെയിറ്റ് കൂടാൻ ആഹാരം മാത്രം. പല ആൾക്കാരും പറയാറുണ്ട്, സാറേ ഞാൻ വളരെ കുറച്ചേ ഭക്ഷണം കഴിക്കാറുള്ളൂ, എനിക്ക് എങ്ങനെ ബോഡി വെയിറ്റ് കൂടി. പിന്നെ പല ആൾക്കാരും പാരമ്പര്യമായിട്ട് പറയാറുണ്ട്, ജനറ്റിക് ആയിട്ട്. നമ്മുടെ മിസ്റ്റേക്ക് അല്ല, അത് ജനറ്റിക്കിന്റെ മിസ്റ്റേക്കാ. ഒരു കാര്യം മനസ്സിലാക്കുക, 10% കൂടുതൽ ജനറ്റിക്കലി ഒരു അസുഖവും വരില്ല. കാരണം ഇന്നലെ ഞാന് ആസ്റ്റർ മിംസിൽ ഒരു ക്യാൻസർ സർവൈവേഴ്സിന്റെ ഒരു ഡോക്ടേഴ്സിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ആ മീറ്റിംഗിൽ എന്നെ ക്ഷണിക്കപ്പെട്ടു. ഞാൻ ആ മീറ്റിങ്ങിന് പോയിരുന്നു. ഇവിടെ കോഴിക്കോട് ആസ്റ്റർ മിംസിൽ. അവിടെ പറഞ്ഞിട്ടുള്ള ഒരു ഡോക്ടർ പറഞ്ഞത്, ഒരു സർജിക്കൽ ഓങ്കോളജിസ്റ്റ് പറഞ്ഞത്, 10% ഒരു വ്യക്തിക്ക് പാരമ്പര്യമായിട്ട് ക്യാൻസർ വരാനുള്ള സാധ്യതയുള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞ ക്യാൻസർ മാത്രമല്ല, നിങ്ങൾ ഏത് അസുഖം എടുത്തു നോക്കിയാലും പാരമ്പര്യമായിട്ട് വരാൻ സാധ്യത വെറും 10% മാത്രം. ബാക്കി 90% നമ്മളെ കയ്യിലിരിപ്പാണ്. നമ്മളെ ലൈഫ് സ്റ്റൈലാണ് എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പാരമ്പര്യമായിട്ട് അവരെ കുറ്റപ്പെടുത്തണ്ട. അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. ബാക്കി എല്ലാ തെറ്റും 90% തെറ്റും എന്റെ ഭാഗത്തു നിന്നുള്ള ജസ്റ്റ് ആക്സെപ്റ്റ് ദ സിറ്റുവേഷൻ. ഓക്കെ, ആക്സെപ്റ്റ് ദ ട്രൂത്ത്. ഓക്കെ, അപ്പൊ അതിനൊരു കാരണമാണ് എന്തുകൊണ്ടാണ് ബോഡി ഫാറ്റ് കൂടുന്നത്. പറയപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള 70% ആൾക്കാരിലും ഇൻസുലിൻ റെസിസ്റ്റന്റ് കാണപ്പെടുന്നുണ്ട്. ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഇൻസുലിൻ ഇസ് എ ഫാറ്റ് സ്റ്റോറേജ് ഹോർമോൺ. കൊഴുപ്പിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഹോർമോൺ ആണ് ഇൻസുലിൻ. അപ്പം ഇൻസുലിൻ ശരീരത്തിൽ കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശരീരത്തിൽ കൊഴുപ്പ് കൂടുവോ? തീർച്ചയായും 101% ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടും. ഇതിന്റെ മെക്കാനിസം മനസ്സിലാക്കുക സുഹൃത്തെ. വെറുതെ ഇത് കൊടുത്താൽ തടി കുറയും എന്ന് പറഞ്ഞ് ഒരു സാധനവും കൊടുക്കരുത്. അങ്ങനത്തെ ഒരു മെക്കാനിസവും നമ്മളൊരു പ്രോഡക്റ്റിലും ഇല്ല. ഇല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക. ഇല്ലേ, എന്റെ വോയിസ് ക്ലിപ്പ് ഉണ്ട്, സെൽ പവറിന്റെ വോയിസ് ക്ലിപ്പ് ഉണ്ട്. ഈ വോയിസ് ക്ലിപ്പ് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്തിട്ട് കേൾക്കാൻ പറ. എന്നതിന് ശേഷം നിങ്ങൾക്ക് അവരൊക്കെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ പ്രൊഡക്റ്റിന് നിങ്ങൾക്ക് ഓർഡർ കിട്ടുന്നുണ്ടോ യാതൊരു സംശയമില്ല. ആദ്യം ഓർഡർ എടുക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം പ്രൊഡക്റ്റ് ഉപയോഗിക്കുക എന്നുള്ളത്, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ബോഡി ഫാറ്റ് ആയിട്ട് ഈ പ്രൊഡക്റ്റ് വെക്കാൻ പോയാൽ നമുക്കത് വെക്കാൻ പറ്റൂല. കാരണം എന്താ, നിങ്ങൾ ആദ്യം നിങ്ങളെ തടി കുറയ്ക്കുമെന്ന് പറയും, ശരിയല്ലേ? ഈ പറയുന്ന സാധനം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള എന്താ തെളിവ്? ഒരു തെളിവും ഇല്ല, അല്ലേ? ശരി, അപ്പൊ നമ്മൾ ആദ്യം ഉപയോഗിക്കാം. വി ഷുഡ് ബി ദ ഹെൽത്ത് ഓഫ് ദ, നമ്മൾ ആദ്യം ഹെൽത്തിന്റെ പര്യായമായിട്ട് മാറുക എന്നുള്ളത് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്. അപ്പോ ഇൻസുലിൻ കൂടുതലായിട്ട് കൊഴുപ്പ് സ്റ്റോർ ചെയ്യപ്പെടും. ഇൻസുലിൻ എങ്ങനെയാ കൂടിയത്? നമ്മൾ അമിതമായിട്ട് എന്താ പറയാ ധാന്യാഹാരങ്ങൾ കഴിക്കുന്ന സമയത്ത് ഇൻസുലിൻ ഓട്ടോമാറ്റിക്കായിട്ടും കൂടും. ഇൻസുലിന്റെ പ്രവർത്തനം എന്താ? ഗ്ലൂക്കോസിനെ അതാത് കോശത്തിലേക്ക് എത്തിക്കുക. അപ്പൊ കൂടുതലായിട്ടും ഗ്ലൂക്കോസ് കഴിക്കുന്ന വ്യക്തികള്, പഞ്ചസാര മാത്രമല്ല ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്, എല്ലാ അരിയാഹാരവും ഗ്ലൂക്കോസ് ആണ്. എല്ലാ അരിയാഹാരവും, അരിയോ ഗോതമ്പോ എന്തായിക്കോട്ടെ, ഈവൻ ബിസ്ക്കറ്റ്, കേക്ക്സ്, പേസ്ട്രീസ്, പാസ്ത, മറ്റേത് മറിച്ച് എല്ലാ സാധനവും എന്താ പറയാ അന്നജാഹാരമാണ്. അപ്പൊ അന്നജം കൂടുതൽ കഴിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇൻസുലിൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക. കാരണം എന്താ? ഗ്ലൂക്കോസ് നോർമലൈസ് ചെയ്യണം. ശരീരത്തിന് ആദ്യത്തെ ഉത്തരവാദിത്തമാണ് എന്ത്? ഗ്ലൂക്കോസ് കൂടാൻ പാടില്ല. അപ്പോൾ ഗ്ലൂക്കോസ് കൂടാതിരിക്കാൻ അമിതമായിട്ട് ഇൻസുലിൻ ഉത്പാദിപ്പിക്കപ്പെടും. അപ്പോൾ ഇൻസുലിൻ ശരിക്കും വർക്ക് ചെയ്യില്ല. നമ്മൾ LOS എടുത്ത് നോക്കാം, 3000, 4000, 5000 പേരൊക്കെ നമ്മൾ LOSൽ ഉണ്ടാവും, ശരിയല്ലേ? അല്ല, എത്ര പേരാ കൺസിസ്റ്റൻസി ചെയ്യുന്നത്? 10 പേരാ, 20 പേരാ, 50 പേരാ? എത്ര പേരാ ചെയ്യുന്നത്? എത്ര പേരാ മീറ്റിങ്ങിന് വന്നേ? നിങ്ങളെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരും മീറ്റിങ്ങിന് വന്ന് എല്ലാവരും പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തുകൊണ്ട് UCD ആയിപ്പോയനെ, ശരിയല്ലേ? അങ്ങനൊന്നും സംഭവിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് സംഭവിക്കാത്തത്? അതാണ്, എല്ലായിടത്തും എല്ലാം മടിയന്മാരുണ്ടാവും. അതേപോലെ ഇൻസുലിൻ കുറെ മടിയന്മാരാവും.
പ്രായം ചെല്ലുന്തോറും കുറെ മടിയന്മാർ ഇൻസുലിനായിട്ട് മാറും. ഈ മടിയന്മാർ ഇൻസുലിൻ കൂടുതലുണ്ടെങ്കിൽ നമ്മളെ ഗട്ട് ബ്രെയിനിലേക്ക് നേരെ ആക്സസ് കൊടുക്കും, നേരെ ബ്രെയിൻ ഇൻഫർമേഷൻ കൊടുക്കും പാൻക്രിയാസിലേക്ക്, മോനെ കുറച്ചുകൂടെ ഇൻസുലിൻ വിട്, ഗ്ലൂക്കോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പൊ കുറച്ചുകൂടെ എന്താ പറയാ ഇൻസുലിൻ വിട്ടുകൊണ്ടിരിക്കും. അവിടെയും കുറെ പ്രവർത്തനരഹിതമായ കുറെ ഇൻസുലിൻ വരുന്നുണ്ട്. ഇങ്ങനെ അടഞ്ഞുകൂടി കുറെ ഇൻസുലിൻ അടഞ്ഞുകൂടുന്നുണ്ടാവും. അപ്പോഴും നിങ്ങൾ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാൻ പോയാൽ ബ്ലഡ് ഷുഗർ നോർമൽ ആയിട്ട് കാണുള്ളൂ. സാറേ ഞാൻ എന്റെ ഷുഗർ ചെക്ക് ചെയ്തു സാർ, ഞാൻ ഡയബറ്റിക് അല്ല. ആര് പറഞ്ഞു നിങ്ങൾ ഡയബറ്റിക് അല്ല? നിങ്ങൾ പോയിട്ട് ഇൻസുലിൻ ചെക്ക് ചെയ്യും. ഫാസ്റ്റിംഗിൽ ഇൻസുലിൻ ചെക്ക് ചെയ്യും. ഞാൻ ബെറ്റ് ചെയ്യുന്ന 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാവരും നിങ്ങൾ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ 70% ആൾക്കാരിൽ നിങ്ങൾ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ഹൈ ആയിരിക്കും. ഒരു സംശയമില്ല ആ കാര്യത്തിൽ, ഒരു സംശയമില്ല. നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ഫാസ്റ്റിംഗ് ഇൻസുലിൻ കൺട്രോൾ ചെയ്യപ്പെടുന്നുണ്ടോ. അല്ലാത്ത പക്ഷം 70% ആൾക്കാർ 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വ്യക്തികളാണ്. ഞാൻ ബെറ്റ് ചെയ്യുന്നു, ഞാൻ ചലഞ്ച് ചെയ്യുന്നു, 70% ആൾക്കാർ നിങ്ങൾ ഫാസ്റ്റിംഗ് ഇൻസുലിൻ കൂടുതലായിരിക്കും 30 വയസ്സ് കഴിഞ്ഞിട്ട്, സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബോഡി ഫാറ്റ് കൂടാനുള്ള കാരണം എന്താ? ഈ ഇൻസുലിൻ ആണ്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ടും ബോഡി ഫാറ്റ് കുറയ്ക്കണം, നമ്മൾ എന്ത് ചെയ്യണം? ഇൻസുലിൻ നന്നായിട്ട് പ്രവർത്തിപ്പിച്ചാൽ പോരെ. ഡെഡ് ആയിട്ട് കിടക്കുന്ന ഇൻസുലിൻ ആണ് ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഈ ഡെഡ് ആയിട്ട് കിടക്കുന്ന ഇൻസുലിൻ ആക്റ്റീവ് ആക്കിയാൽ ഫാറ്റ് സ്റ്റോറേജ് കുറയുമോ? കുറയും, അല്ലേ? ശരീരത്തിൽ വീണ്ടും ഡെഡ് ആയി കിടക്കുന്ന ഇൻസുലിനെ നമുക്ക് വീണ്ടും പ്രവർത്തിപ്പിക്കാൻ സാധിച്ചാൽ ഫാറ്റ് സ്റ്റേജ് കുറയും, വീണ്ടും കുറയുന്നുണ്ടാവും. ഇനി അതിനെ മെറ്റബോളൈസ് ആയിട്ട് കുറച്ചുകൂടെ വ്യായാമം കൂടെ ചെയ്യുന്നുണ്ടെങ്കിലോ ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ വ്യായാമത്തോടൊപ്പം നമ്മൾ ആൽഫ ലിപ്പോയിക് ആസിഡ്, സെൽ പവർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് ഫാസ്റ്റിംഗ് ഇൻസുലിൻ കുറഞ്ഞു തുടങ്ങും, ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ ബോഡി ഫാറ്റും കുറഞ്ഞു തുടങ്ങുന്നുണ്ടാവും. അപ്പോൾ ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. നിങ്ങൾക്ക് ആരോഗ്യവും കിട്ടും, നിങ്ങളുടെ മൈറ്റോകോൺട്രിയ നന്നായിട്ട് വർക്ക് ചെയ്യും, നിങ്ങളുടെ ബോഡി ഒരു നല്ല ഷേപ്പുള്ള ബോഡി, നിങ്ങൾ കാണാൻ നാളെ ഇൻസൈഡ് ഒക്കെ ചെയ്ത് സ്റ്റേജിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണുമ്പോൾ ഒരു മതിപ്പ് തോന്നും. ഇത്രയും കാലം എനിക്ക് എന്നെ കണ്ട സമയത്ത് ഒരു മതിപ്പ് തോന്നിയിട്ടില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം കണ്ണൂർ ഞാനൊരു സെമിനാർ ചെയ്ത സമയത്ത് എനിക്ക് എന്നെ തന്നെ കാണുമ്പോൾ വീണ്ടും വീണ്ടും കൊതിയെടുത്ത് തോന്നുക. കാരണം ഐ സ്റ്റാർട്ടിങ് ലവിങ് മൈസെൽഫ്. നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാൻ കൂടുതൽ പറ്റും. നമ്മളെ ബോഡിയാണ് എല്ലാം പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നല്ല സ്ട്രക്ചർ ഉള്ള ബോഡിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വ്യായാമത്തോടൊപ്പം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സഹായിക്കുന്ന ഫാന്റാസ്റ്റിക് പ്രൊഡക്റ്റ് ആണ് ആൽഫ ലിപ്പോയിക് ആസിഡ്. ഓക്കെ, അടുത്തത് ഇറ്റ് റെഡ്യൂസസ് റിസ്ക് ഓഫ് ഡയബറ്റിക് റെറ്റിനോപ്പതി. പ്രമേഹം വന്നിട്ട് കണ്ണിന്റെ കാഴ്ച ശക്തിക്ക് ബാധിക്കാം, പ്രത്യേകിച്ചും ഹൈ ബ്ലഡ് പ്രഷർ. പ്രമേഹം വന്നിട്ട് കണ്ണിന്റെ ഐബോൾ പ്രഷർ ഒക്കെ കൂടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്ലൈൻഡ്നെസ്സിലേക്ക്, അന്ധതയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഗ്ലൂക്കോമ പോലത്തെ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളൊരു 10 കൊല്ലത്തിൽ കൂടുതൽ പ്രമേഹ രോഗിയാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ വേറെ ഒരു പാരാമീറ്റർ നോക്കണ്ട, ആൽഫ ലിപ്പോയിക് ആസിഡ്, സെൽ പവർ നിർബന്ധമായിട്ട് ഉപയോഗിക്കുക, ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് യുവർ നെർവ്സ് ആൻഡ് ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് യുവർ ഐസ്. ഓക്കെ, ഡയബറ്റിക് റെറ്റിനോപ്പതി ആൻഡ് ഡയബറ്റിക് ന്യൂറോപ്പതിയെ സംരക്ഷിക്കാനായിട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ഉൽപ്പന്നം ഒന്ന് വീതം അറ്റ്ലീസ്റ്റ് 2 നേരമെങ്കിലും ഉപയോഗിക്കാൻ, 3 നേരം ഉപയോഗിച്ച് അത്രയും നല്ലത്. 1800 mg ആണ് സജസ്റ്റ് ചെയ്യുന്നത്, 600 mg into 3. ഓക്കെ, അടുത്തത് 7th പോയിന്റ്, റെഡ്യൂസസ് സ്കിൻ ഏജിങ്. പ്രായം വലിയൊരു പ്രശ്നമാണ് അല്ലേ? എനിക്ക് ഇനിയും ഒരു 10 വയസ്സ് എന്റെ സ്കിൻ ഒന്ന് നന്നായാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ സ്കിന്നിലാണ്. ബോഡിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ബിസിനസ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ന്യൂട്രീഷനിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ഫോക്കസ് ചെയ്യാൻ തുടങ്ങാൻ പോകുന്നത് സ്കിന്നിലാണ്. അതിന്റെ ഒരു പണി ഒരു 3 മാസം മുന്നേ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ അഗ്രസീവ് ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഒന്നും കൂടെ ഒരു 10 വയസ്സ് പ്രായം കുറച്ചാൽ എങ്ങനെ ഉണ്ടാവും? സ്ക്രീനിലൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ഒരു ചെറിയ പയ്യനായിട്ട് തോന്നുകയാണ്, എങ്ങനെ ഉണ്ടാവും? Let us take it as a challenge, യാർ. ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച്. നിങ്ങളെ ഒന്ന് ചലഞ്ച് ചെയ്യും. ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസ് എന്ന് പറയും. ഫൈൻ ലൈൻസ് ആർ എക്സ്പ്രഷൻസ് എന്ന് പറയും. നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ നെറ്റി ചൊളിക്കുന്ന സമയത്തൊക്കെ നെറ്റി ചൊളിയുന്നുണ്ടെങ്കിൽ അത് ഫൈൻ ലൈൻ ആണ്. റിങ്കിൾസ് ആർ പെർമനന്റ് ഉണ്ടെങ്കിൽ അത് റിങ്കിൾ ആണ്, ശരിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് റിങ്കിൾസിനെ വരെ റിവേഴ്സ് ചെയ്യാനായിട്ട് ആൽഫ ലിപ്പോയിക് ആസിഡ് സഹായിക്കുന്നുണ്ട്. അത്രയും ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്, ആന്റി ഏജിങ് പ്രൊഡക്റ്റ് ആണ് ആൽഫ, നമ്മളെ സെൽ പവർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അതേപോലെ തന്നെ ഇതിന്റെ 8ാമത്തെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ഞാൻ കണ്ടത്, ഇതൊരു ആന്റി ഓക്സിഡന്റ് ആണ്. ഇത് സെൽ പവർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. പക്ഷെ ഇത് ബാക്കിയുള്ള ആന്റി ഓക്സിഡന്റ്സിനെ നന്നായിട്ട് പ്രവർത്തിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ആന്റി ഓക്സിഡന്റ് കൂടിയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ വൈറ്റമിൻ സി കഴിക്കുന്നു, വൈറ്റമിൻ ഇ കഴിക്കുന്നു, ഗ്ലൂട്ടഥയോൺ കഴിക്കുന്നു, കോക്യൂട്ടൻ കഴിക്കുന്നു, ഗാനോഡർമ കഴിക്കുന്നു, ആസ്പാക്സാന്തിൻ, krill oil ഒക്കെ കഴിക്കുന്നു. അതിന്റെ കൂടെ നിങ്ങൾ ഒരു ആൽഫ ലിപ്പോയിക് ആസിഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഡബിൾ കഴിക്കുന്നതിന്റെ എഫക്റ്റ് ആണ് ഒരു ആൽഫ ലിപ്പോയിക് ആസിഡ് ഇതിന്റെ കൂടെ കഴിച്ചാൽ.
അപ്പൊ ഈ പറയുന്ന സെൽ പവർ എന്ന പ്രൊഡക്റ്റ് ബാക്കിയുള്ള പ്രോഡക്റ്റ് അമിതമായിട്ട് യൂസ് ചെയ്യുന്നത് കുറയ്ക്കാനും കൂടെ സഹായിക്കുന്ന പ്രൊഡക്റ്റാണ്. കാരണം എന്താണെന്നറിയോ, ഈ ബാക്കിയുള്ള ആന്റി ഓക്സിഡൻസിന്റെ ശക്തി നന്നായിട്ട് കൂട്ടാൻ ഈ പ്രൊഡക്റ്റിനെ കൊണ്ട് പറ്റും. അത് ഗ്ലൂട്ടാഥയോൺ ആയിക്കോട്ടെ, കോക്യൂട്ടൻ ആയിക്കോട്ടെ, വൈറ്റമിൻ സി ആയിക്കോട്ടെ, വൈറ്റമിൻ ഇ ആയിക്കോട്ടെ, ബി വൈറ്റമിൻസ് ആയിക്കോട്ടെ, ഏത് ആന്റി ഓക്സിഡൻസിനെയും പ്രവർത്തന ശേഷി വർദ്ധിപ്പിക്കാൻ കപ്പാസിറ്റി ആർക്കുണ്ട്? ഈ പറയുന്ന സെൽ പവർ എന്ന് പറയുന്ന ആൽഫ ലിപ്പോയിക് ആസിഡിനുണ്ട്. ഓക്കെ. മെമ്മറി ലോസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ മെമ്മറിയൊക്കെ അടിച്ചു പോയിട്ട് കംപ്ലീറ്റ് ഫ്യൂസ് ആയിട്ട് കിടക്കുന്ന ഒരാൾക്ക്, ഒരു 10 കൊല്ലമായിട്ട് അൽഷൈമർ ബാധിച്ച ഒരാൾക്ക് കൊടുക്കേണ്ട ഒരു പ്രോഡക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഡെമൻഷ്യ വരുന്നു. ഇപ്പം ഡെമൻഷ്യ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഡെമൻഷ്യ, അത് നമുക്ക് പറയാൻ നമുക്ക് സമയമല്ല. പലതരത്തിലുള്ള ഡെമൻഷ്യ ഉണ്ട്. സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഓഫ് ഡെമൻഷ്യ എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് റിവേഴ്സ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഇതിന്റെ ഏറ്റവും വലിയ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇറ്റ് ക്യാൻ ക്രോസ് ബ്രെയിൻ ബ്ലഡ് ബാരിയർ, BBB എന്ന് പറയും. കഫീന്, ലിക്കറ്, പലതരത്തിലുള്ള എന്താ പറയാ സ്മോക്കിങ്, പലതരത്തിലുള്ള എന്താ പറയാ ലഹരി പദാർത്ഥങ്ങള്, അതേപോലെ തന്നെ ഈ പറയുന്ന സൈക്കാട്രിക് ഡ്രഗ്സിനൊക്കെയാണ് ഈ പറയുന്ന ബ്രെയിൻ ബ്ലഡ് ബാരിയറിനെ കടത്തി വെട്ടാനുള്ള ഇതുള്ളത്, പവർ ഉള്ളത്. പക്ഷെ ആൽഫ ലിപ്പോയിക് ആസിഡ് നല്ലൊരു BBB ആണ്. ബ്രെയിൻ ബ്ലഡ് ബാരിയറിനെ കടത്തി വെട്ടുന്നുണ്ടാവും. അപ്പുറത്തേക്ക് ബ്രെയിൻ കോശങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഇതിനെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ആൽഫ ലിപ്പോയിക് ആസിഡ്, നമ്മൾ സെൽ പവർ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. അടുത്തത് നിങ്ങൾ പല ആൾക്കാരും കണ്ടിട്ടുണ്ട്, CTS എന്ന് പറയും, കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയും. CTS, ഈ വിരലുകളൊക്കെ ഇങ്ങനെ കോണിപ്പോവുക, മടങ്ങിപ്പോവുക, ചുരുണ്ടുപോവുക, അങ്ങനത്തെ പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ടാവുന്ന നെർവ്സിൽ ഉണ്ടാവുന്ന സർക്കുലേഷൻ ഇഷ്യൂസ് ആണ്, ഇവിടെ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നു, ഇവിടെ സർക്കുലേഷൻ ഇഷ്യൂസ് ഉണ്ടാവുന്നു. അവിടുത്തെ ഇൻഫ്ലമേഷനും അവിടുത്തെ സർക്കുലേഷൻ ഇഷ്യൂസും നമുക്ക് പരിഹരിക്കാൻ സാധിച്ചാൽ കാർപ്പൽ ടണൽ സിൻഡ്രോമിന് നല്ല പരിഹാരമാണ് നമ്മളെ ഈ ഒരു ഉൽപ്പന്നം. അത് അടുത്തത് 11ാമത്തെ പോയിന്റ്, റെഡ്യൂസസ് ഇൻഫ്ലമേഷൻ. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇത്. ഇൻഫ്ലമേഷനെ കുറയ്ക്കുന്നുണ്ടാവും. ഇൻഫ്ലമേഷൻ ശരീരത്തിൽ കൂടി വരുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് CRP, സി റിയാക്റ്റീവ് പ്രോട്ടീൻ എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ ശരീരത്തിൽ ഇൻഫർമേഷൻ കൂടിയിട്ടുണ്ടോ എന്നുള്ളത്. IL-6 എന്ന് പറയും, ഇന്റർലൂക്കിംഗ് 6, അതേപോലെ NF-κB പോലത്തെ കെമിക്കൽ പദാർത്ഥങ്ങളൊക്കെ, NF-κB ഒക്കെ കൂടുന്നുണ്ടെങ്കിൽ ശരീരത്തിൽ നീർക്കെട്ട് കൂടുന്നു എന്നർത്ഥം. ശരീരത്തിൽ നീർക്കെട്ട് കൂടുന്നുണ്ടെങ്കിൽ അതിന്റെ ഭവിഷ്യത്തൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്, ഞാൻ കൂടുതൽ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നീർക്കെട്ടാണ് എല്ലാത്തിനും കാരണം. ഈവൻ ഹാർട്ട് അറ്റാക്കിനും, സ്ട്രോക്കിനും, ക്യാൻസറിനും, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർക്കും, തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങൾക്കും, ഗട്ടിൽ ഉണ്ടാവുന്ന മെറ്റബോളിക് പ്രശ്നങ്ങൾക്കും, ഇൻഡൈജഷനും, ക്രോൺസ് ഡിസീസിനും, ആർത്തറൈറ്റിസിനും, ആമവാദത്തിനും, തേയ്മാനത്തിനും എല്ലാത്തിനും പ്രധാനപ്പെട്ട റീസൺ ഇൻഫ്ലമേഷൻ ആണ്. അപ്പോൾ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഏത് ലൈഫ് സ്റ്റൈൽ ഡിസോർഡർക്കും നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ട് കൊടുക്കാൻ പറ്റാവുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത് സെൽ പവർ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഈ എൻഡോത്തീലിയം എന്ന് പറയും, നമ്മൾ ഹൃദയധമനികളിൽ മാത്രമായിട്ട് ദൈവം കൊടുത്തുള്ള ഒരു പ്രത്യേക കുഷനാണ് എൻഡോത്തീലിയം. ഈ എൻഡോത്തീലിയത്തിൽ ഇൻഫ്ലമേഷൻ വരാതിരിക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഫ്ലാക്സ് ഓയിലിന്റെ കൂടെ, ക്രിൽ ഓയിലിന്റെ കൂടെ ഒക്കെ നമുക്ക് ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഹാർട്ട് ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഈ സാധനം. അതേപോലെ മത്സ്യം കഴിക്കുന്ന ആൾക്കാരുടെ സൂക്ഷിക്കുക. മത്സ്യം, നമ്മൾ മലയാളികൾ കോസ്റ്റൽ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരാണ്, മത്സ്യം നന്നായിട്ട് കഴിക്കുന്ന ആൾക്കാരാണ്, ശരിയല്ലേ? മത്സ്യം കഴിക്കുന്ന ആൾക്കാർ, അവർക്ക് മെർക്കുറി കണ്ടന്റ് ശരീരത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. അവർ ഓട്ടോപ്സി റിപ്പോർട്ടിൽ മെർക്കുറി കണ്ടന്റ് കൂടുതലാണ്. അപ്പം ഈ മെർക്കുറിനെ ഡീടോക്സിഫൈ ചെയ്യാൻ അത്ര എളുപ്പമുള്ള സംഗതി അല്ല. ഈ മെർക്കുറി ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും, ശരീരത്തിൽ പലതരത്തിലുള്ള ഓട്ടോമിൻ ഡിസോർഡറുകൾ ഉണ്ടാക്കും, നമ്മളെ ഗട്ടിനെ കംപ്ലീറ്റ് ഡാമേജ് ചെയ്യാൻ സാധ്യതയുണ്ട് ഈ മെർക്കുറി എന്ന് പറയുന്നത്. ഗ്ലൂട്ടാഥയോൺ അടങ്ങിയുള്ള പ്രൊഡക്റ്റ് നമുക്കില്ല, ഗ്ലൂട്ടാഥയോൺ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൺസ്യൂം ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പം മെർക്കുറിനെ ഡീടോക്സിഫൈ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല പ്രോഡക്റ്റ് ആണ് നമ്മൾ സെൽ പവർ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു 14 ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞത്. ഇത് 1 വീതം 3 നേരമെങ്കിലും ഈ ഉൽപ്പന്നം സ്ഥിരമായിട്ട് ഉപയോഗിക്കുക. ആർക്കൊക്കെ ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞാൽ 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വ്യക്തികൾ നിർബന്ധമായിട്ടും ഉപയോഗിക്കാൻ തുടങ്ങണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഡെയിലി 3 നേരമെങ്കിലും. ഓക്കെ, അറ്റ്ലീസ്റ്റ് ട്വൈസ്. എന്താ കോസ്റ്റ് എഫക്റ്റീവ്നെസ് നമുക്കൊരു പേടി ഉണ്ടാവുക. അറ്റ്ലീസ്റ്റ് ഡെയിലി 2 നേരമെങ്കിലും ഈ ഉൽപ്പന്നം ഉപയോഗിക്കുക. അലോങ് വിത്ത് ഫുഡോ, ആഫ്റ്റർ ഫുഡോ, ബിഫോർ ഫുഡോ എപ്പോ വേണമെങ്കിലും ഉപയോഗിക്കുക. എംപ്റ്റി സ്റ്റൊമക്ക് കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ. അടുത്ത പ്രൊഡക്റ്റ്, നമ്മളെ 2ാമത്തെ പ്രൊഡക്റ്റ് ആണ് സെൽ യു ലീൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. സെൽ യു ലീൻ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞിരിക്കുക, മെലിയാൻ സഹായിക്കുന്ന പ്രോഡക്റ്റ് എന്ന് വേണമെങ്കിൽ
പറയാൻ പറ്റാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ സാധനം. എന്താണ് ഈ സാധനം എന്നറിയും? ചോളം നമ്മൾ എല്ലാവരും കഴിക്കാറുണ്ട്, കണ്ടിട്ടുണ്ട്, ശരിയല്ലേ? ഈ ചോളത്തിന്റെ മുകൾ ഭാഗത്ത്, കതിരിന്റെ മുകൾ ഭാഗത്ത് കാണുന്ന നീളമുള്ള ഒരു ഗോൾഡൻ കളറിലുള്ള നമ്മളെ മദാമ്മമാരെ മുടിമാതിരി നീളമുള്ള ഒരു സാധനമാണ്. ഒരു കൈന്റെ അത്രയൊക്കെ നീളം ഈ സാധനത്തിനുണ്ട്. പക്ഷെ ആ സാധനം പല ആൾക്കാരും കണ്ടിട്ടും പോലും ഇല്ല. ഞാനും വളരെ റെയർ ആയിട്ടേ കണ്ടിട്ടുള്ളൂ. അറിയാം അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അറിയാം, കണ്ടിട്ടുണ്ട്. പക്ഷെ റെഗുലറായിട്ട് നമുക്ക് വിപണിയിൽ ഈ സാധനം തീരെ കാണാറില്ല. അത് വല്ല പശുത്തൊഴുത്തിലോ അല്ലെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. അതുകൊണ്ട് പശു വളരെ ഹെൽത്തി ആയിട്ട്, പശുവിന് നല്ല ഫൈബർ ഒക്കെ കിട്ടുന്നുണ്ട്. നമ്മളെ കാര്യം വെറും കട്ടപ്പോകയാണ്. നമ്മളിപ്പോഴും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ചോറും ചപ്പാത്തിയും ചോറും ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക തന്നെയാണ്, അല്ലേ? അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിൽ നല്ല ഫൈബർ ഉണ്ട്. ചോളത്തിന്റെ കതിരിന്റെ നീളമുള്ള കതിരിന്റെ മുകളിൽ കാണുന്ന നീളമുള്ള നമ്മളെ മുടി പോലത്തെ സാധനമാണ്. ഹൈ ഫൈബർ ആണ്. നാരിന്റെ ഒരു എന്താ പറയാ കലവറ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റാവുന്ന ഒരു സാധനമാണ് ഈ ഒരു സാധനം. ഈ സാധനം നമ്മളെ അനാവശ്യമായിട്ട് നമ്മൾ കളഞ്ഞു കുളിക്കുന്നത്. ഈ സാധനം നമ്മൾ ആരും ഉപയോഗിക്കാറില്ല. ചോളം മാത്രം നമ്മൾ കഴിക്കാറില്ല. അതിന് പ്രത്യേകിച്ച് ഈ നാരിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? എന്തുകൊണ്ടാണ് നമുക്ക് നാര് കഴിക്കാൻ പറ്റാത്തത്? ഈ നാരിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഉണ്ടാവില്ല, അതിന് സ്മെല്ലില്ല, അതിന് കളറില്ല, ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അയ്യേ അതൊരു ടേസ്റ്റ് ഇല്ലാത്ത സാധനം, അത് എങ്ങനെയാ കഴിക്കുക എന്ന് നമ്മൾ പല ആൾക്കാരും പറയാറുണ്ട്. പലപ്പോഴും നല്ല ഭക്ഷണങ്ങൾക്ക് ടേസ്റ്റ് കുറവുണ്ടാവും. പലപ്പോഴും ടേസ്റ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഒരു കാരണവശാലും നല്ല ഭക്ഷണമല്ല താനും, അല്ലെ? ടേസ്റ്റ് കൂടുന്തോറും അതിന്റെ ക്വാളിറ്റി, ന്യൂട്രീഷൻ വാല്യൂ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ടേസ്റ്റ് കുറയും തോറും ന്യൂട്രീഷൻ കണ്ടന്റ് കൂടി വരുന്ന ഭക്ഷണങ്ങളാണ് പൊതുവേ നമ്മൾ കാണുന്നത്. പിന്നെ അഡീഷണൽ പ്രിസർവേറ്റീവ്സും അഡിറ്റീവ്സും കാര്യങ്ങളെല്ലാം, കളേഴ്സും ഫ്രാഗ്രൻസും എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ഇതിന് ടേസ്റ്റും കളറും സ്മെല്ലും ഒക്കെ ഉണ്ടാക്കുന്നത്, അട്രാക്ട് ചെയ്യാനായിട്ട്. അതൊക്കെ വേറെ ദോഷം. അതൊക്കെ നമ്മൾ കൂടുതലായിട്ടും നമുക്ക് ഗ്ലൂട്ടൻ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഗട്ടിനെയൊക്കെ ഡാമേജ് ചെയ്യുന്നുണ്ട്. അപ്പം ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന അന്നജം ശരീരത്തെ ഡാമേജ് ചെയ്യുന്നു, ഗ്ലൂട്ടൻ നമ്മൾ ഗട്ടിനെ ഡാമേജ് ചെയ്യുന്നു. അപ്പൊ രണ്ടും കൂടെ നോക്കുകയാണെങ്കിൽ എന്താ പറയാ, ബഹുവിശേഷമായി എന്നർത്ഥം. ഗട്ടിനെയും നമ്മളെ പ്രതിരോധ ശക്തിനെയും അതേപോലെ തന്നെ നമ്മുടെ ബോഡി ഫാറ്റിനെയും വർദ്ധിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടും പോകേണ്ട, അസുഖം നമ്മളെ തേടി വരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ എന്താണ് സെല്യൂലീന്റെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിലുള്ള അമിതമായിട്ടുള്ള ഫ്ലൂയിഡ് ബിൽട്ടപ്പിനെ ഒഴിവാക്കാനാണ് ഈ പ്രോഡക്റ്റ് സഹായിക്കുന്നത്. പല അമിതവണ്ണമുള്ള ആൾക്കാരിലും അവരുടെ ശരീരത്തിൽ ഫ്ലൂയിഡ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. പിത്തെന്നോ വാട്ടർന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റാവുന്നതാണ്. ഫ്ലൂയിഡ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ ഈ ഫ്ലൂയിഡിനെ ശരീരത്തിൽ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്യാനായിട്ട് എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്, അമിതമായിട്ടുള്ള ഫ്ലൂയിഡിനെ ഒഴിവാക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ സെല്യൂലീൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. അങ്ങനെ അമിതമായിട്ട് നമ്മൾ ഫ്ലൂയിഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാൻ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിനെല്ലാം ബെനിഫിറ്റ് ചെയ്യും എന്ന് ചോദിച്ചാൽ, നമ്പർ 1, സ്വെല്ലിംഗ്. ശരീരത്തിൽ സ്വെല്ലിംഗ് കുറയും. അമിതവണ്ണമുള്ള ആൾക്കാരെ ശരിക്കും മനസ്സിലാക്കുക, ശരീരത്തിൽ പിത്തം കൂടി വരുന്നുണ്ടാവും, സ്വെല്ലിംഗ് അവിടെ ഇവിടെ കൂടി, മസിൽസിന് വരെ സ്വെല്ലിംഗ് ഉണ്ടാവും. അവരെ കൈ, നമ്മൾ പല ആൾക്കാർ കാണാറുണ്ട്. ഇപ്പൊ എന്റെ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു അർജുൻ എന്ന് പറഞ്ഞൊരു ചങ്ങായിണ്ട്. 112 കിലോ വെയിറ്റാ, ഭയങ്കര ഫ്ലെക്സിബിളാ, പക്ഷെ കംപ്ലീറ്റ് ഫ്ലൂയിഡാ. ഞാൻ അവൻ കാണാറുണ്ട്, അവൻ നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാറുണ്ട്. അവൻ കാർഡിയോ വർക്ക്ഔട്ട് ഒക്കെ നന്നായിട്ട് ചെയ്യും, റെസിസ്റ്റൻസ് ട്രെയിനിങ് ഒക്കെ സൂപ്പർ ആയിട്ട് ചെയ്യുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. കംപ്ലീറ്റ് ഫ്ലൂയിഡാ, ഫ്ലെക്സിബിളും ആണ്. ആലോചിച്ച് നോക്കുക. അപ്പം എക്സസ് ആയിട്ടുള്ള സ്വെല്ലിംഗ്, മസിൽ സ്വെല്ലിംഗ് ആണ് ആ സാധനം. നെർവ് സ്വെല്ലിങ്ങും മസിൽ സ്വെല്ലിങ്ങും ഉണ്ട്. അതിപ്പോ പറയുന്ന പോലെ വലിയൊരു ടോപ്പിക്കാണ്. അപ്പൊ ഈ സ്വെല്ലിങ്ങിനെ ഒഴിവാക്കാൻ ഏറ്റവും നല്ല സാധനമാണ് പഫിനെസ്. ഈ പലതരത്തിലുള്ള ഈ അമിതമായിട്ട് പുകവലിക്കുന്ന ആൾക്കാർ, അമിതമായിട്ട് മദ്യം കഴിക്കുന്ന ആൾക്കാർ, അമിതമായിട്ട് അന്നജാഹാരം കഴിക്കുന്ന ആൾക്കാർ, അമിതമായിട്ട് സ്ട്രെസ് ഫേസ് ചെയ്യുന്ന ആൾക്കാർ, ഉറക്കക്കുറവുള്ള ആൾക്കാർക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, അവരുടെ കണ്ണിന്റെ താഴെ ഇവിടെയൊക്കെ പഫിനെസ് ഉണ്ടാവും, തടിപ്പുണ്ടാവും. ഇവിടെയൊക്കെ അങ്ങനെ തൂങ്ങി വരുന്നുണ്ട്. ഇവിടെയൊക്കെ താടിയിലൊക്കെ എന്താ പറയാ, ഡബിൾ ചിൻ എന്ന് പറയും. നമ്മളെ ഡബിൾ ചിന്നൊക്കെ കൂടി വരുന്നുണ്ട്. സാഗി സ്കിന്നൊക്കെ തൂങ്ങി വരുന്നു, തവിളൊക്കെ നീർക്കെട്ട് വീട് കൂടി വരുന്നുണ്ട്. പഫിനെസ്സിന് ഏറ്റവും നല്ല റിസൾട്ടാണ് നമ്മുടെ സെല്യൂലീൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഒബേസിറ്റി, അമിതവണ്ണം. സോഡിയത്തിലെ വ്യതിയാനങ്ങൾ, ഒരുപക്ഷെ സോഡിയം കുറയുന്നതും സോഡിയം കൂടുന്നതും, ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ എക്സസ് സോഡിയം ശരീരത്തിന് വൈപ്പ് ഔട്ട് ചെയ്യും. അപ്പം സോഡിയം കുറവുള്ള ആൾക്കാർ ഒരു കാരണവശാലും ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കരുത്. കാരണം ഉള്ള സോഡിയം കൂടെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും സോഡിയം കുറവുള്ള ആൾക്കാർക്ക് ഈ പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യരുത്. ഓക്കെ, ബ്ലഡ് പ്രഷറിൽ വ്യതിയാനങ്ങളുള്ള ആൾക്കാർക്ക്, അവർക്ക് ഈ ഫ്ലൂയിഡ് ബാലൻസ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്, അവർക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നു. ഹോർമോണൽ ചേഞ്ചസും എക്സസ് ഫ്ലൂയിഡ് സംഭവിക്കാം. വെരി റയർ ചാൻസ് ആണെങ്കിൽ പോലും സംഭവിക്കാം.
കിഡ്നി പ്രോബ്ലംസ് ഒരു പരിധി വരെ എക്സസ്ഫുൾ, പ്രത്യേകിച്ചും കിഡ്നിയും ഹാർട്ട് പ്രോബ്ലംസ് ഉള്ള ആൾക്കാർ വരെ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻസ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അമിതമായിട്ട് വെള്ളം കുടിക്കരുത്, ചായ കാപ്പിയൊന്നും അമിതമായിട്ട് കുടിക്കരുത്, ദിവസം 1.5 ലിറ്റർ കൂടുതൽ ലിക്വിഡ് ദ്രവ രൂപത്തിലുള്ള ആഹാരം ഒന്നും കഴിക്കരുത് എന്നുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ വളരെ എക്സലന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ സെല്യൂലീൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഹാർട്ട് ഫെയിലിയർ വരാം, ലിവർ പ്രോബ്ലം വരാം, ബോഡിയിൽ ഉണ്ടാവുന്ന അവിടെ ഇവിടെയൊക്കെ ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കാം, ഓവർ വെയിറ്റ് വരാം, ബ്ലഡിൽ ക്ലോട്ടിംഗ് വരാം, പൊട്ടാഷ്യം കുറയാം, മഗ്നീഷ്യം കുറയാം, വൈറ്റമിൻ B6, വൈറ്റമിൻ B9, വൈറ്റമിൻ B12 ഒക്കെ കുറയാൻ സാധ്യതയുണ്ട് ശരീരത്തിൽ ഫ്ലൂയിഡ് കണ്ടന്റ് കൂടിയിട്ടുണ്ടെങ്കിൽ. അപ്പം നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ പേര് കോൺ സിൽക്ക് എന്നാണ്. കോൺ എന്ന് പറഞ്ഞാൽ ചോളം. കോൺ സിൽക്ക് എന്ന് പറഞ്ഞാൽ ആ ചോളത്തിന്റെ കതിര് നീളമായിട്ട് കാണുന്ന മുകൾ ഭാഗത്തുണ്ടാവുന്ന ആ ഫൈബർ കണ്ടന്റിനെയാണ്, ആ കതിരിനെയാണ് കോൺ സിൽക്ക് എന്ന് പറയുന്നത്. സിൽക്ക് എന്നാണ് പറയുന്നത്, SILK. സാധാരണ നമ്മൾ പട്ട് എന്ന് പറയുന്ന പോലെ തന്നെ കോൺ സിൽക്ക് എന്നാണ് ഈ പ്രൊഡക്റ്റിന്റെ പേര്. ഓക്കെ, എന്താണ് ഈ പ്രൊഡക്റ്റിന്റെ കോൺ സിൽക്കിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിച്ച് ഇൻ ഫൈബർ ആണ്. നമുക്ക് ഫൈബർ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഒരു പൗഡർ ഫോമിലുള്ള ഫൈബർ ഉണ്ടെങ്കിൽ പോലും എൻറിച്ച്ഡ് വിത്ത് ഫൈബർ ആണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇതിന്റെ നമ്പർ 1 അഡ്വാൻറ്റേജ് മനസ്സിലാക്കേണ്ട കാര്യം, എന്തുകൊണ്ട് നമുക്ക് ഓവർ വെയിറ്റ്, നമുക്ക് ബോഡിയിലെ ഫാറ്റ് കുറയുന്നു എന്ന് വെച്ചാൽ ഫൈബർ ഈസ് എ കാർബോഹൈഡ്രേറ്റ്. ദ മോസ്റ്റ് നെഗ്ലക്റ്റഡ് ന്യൂട്രിയന്റ് ആണ് ഫൈബർ. നമ്മൾ ഫൈബർ ഇല്ലേ, നമ്മളെ ഫൈബറിന്റെ ബോട്ടിൽ എത്ര പേര് ഫൈബർ ഉപയോഗിക്കാറുണ്ട്? വെരി റയർ ആണ് ആൾക്കാർ ഫൈബർ ബില്ലടിക്കുന്നത് കാണുന്നു ഉപയോഗിക്കാനായിട്ട്. ഒരു പക്ഷെ കൊടുക്കാനായിട്ട് പൈൽസിന് എന്താ സാറേ കൊടുക്കുക, ഹെമറോയിഡ്സിന് എന്താ സാറേ കൊടുക്കുക, അല്ലെങ്കിൽ ഫിസ്റ്റുലയ്ക്ക് എന്താ സാറേ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും കോൾ ചെയ്യാറുണ്ട്. ആ സമയത്ത് നിങ്ങളൊരു ഫൈബർ ബില്ല് ചെയ്യുക എന്നല്ലാതെ, എൻ്റെ വീട്ടിലേക്ക് എൻ്റെ സ്പൗസ് ഞാനും ഒരു ഫൈബർ ഉപയോഗിക്കണമെന്ന് തോന്നിയിട്ട് ബില്ല് ചെയ്യുന്ന ആൾക്കാർ വളരെ ആർക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും എനിക്കറിയാം. നമ്മളെ പോലെ കുറച്ച് ലൈറ്റ് മൈൻഡഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടാവും. അല്ലാതെ പൊതുജനത്തിന്റെ കാര്യം കട്ടപ്പുകയാ, ഫൈബർ തീരെ ബില്ല് ചെയ്യാത്ത ആൾക്കാരാ. യൂസ് ചെയ്യാനല്ല ബില്ല് ചെയ്യുന്ന പല ആൾക്കാരും, വെക്കാനാ ഫൈബർ ബില്ല് ചെയ്യുന്നത്. ആദ്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം ഉപയോഗിക്കാനാണ് നിങ്ങൾ പോയിട്ട് ഫൈബർ ബില്ല് കൊടുക്കരുത്. ഫൈബർ DLCP ഉണ്ടല്ലോ, എല്ലാ DLCP ഫൈബർ അവൈലബിൾ ആണല്ലോ, അല്ലേ? ഓക്കെ, അപ്പം ഫൈബർ ഇസ് എ ഗുഡ് കാർബോഹൈഡ്രേറ്റ്. നിങ്ങൾ ഈ ചോറിനും ചപ്പാത്തിക്കും അന്നജത്തിന് പകരം നിങ്ങൾ സപ്ലിമെന്റ് ചെയ്യേണ്ട സാധനം ആദ്യം ഏതാന്ന് വെച്ചാൽ, ഓവർ വെയിറ്റ് കുറയ്ക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് സപ്ലിമെന്റ് ചെയ്ത സാധനം ഫൈബർ ആയിരിക്കണം. നമ്മളെ കോൺ സിൽക്കിൽ ഫൈബർ ഇഷ്ടം പോലെ ഉണ്ട്. വൈറ്റമിൻ C ഉണ്ട്, വൈറ്റമിൻ K ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്. അതേപോലെ തന്നെ പല പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം ചൈനീസും ജാപ്പനീസും ഒക്കെ ഗ്രീൻ ടീ ഉപയോഗിക്കുന്നതിന്റെ കൂടെ കോൺ സിൽക്ക് ടീ ഉപയോഗിക്കാറുണ്ട്. കോൺ സിൽക്കിന്റെ ഈ പറയുന്ന ഈ ചോളത്തിന്റെ കതിരിൽ നിന്ന് എടുത്തിട്ടുള്ള പോർഷനിൽ നിന്നും അവർ അതിന്റെ ചായ ഉപയോഗിക്കാറുണ്ട് വെയിറ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട്. ലോകത്തിൽ ഒബേസിറ്റി വളരെ കുറവുള്ള 2 രാജ്യമാണ് ചൈനയും ജപ്പാനും. എന്തുകൊണ്ടാണ്? അവർ ഏറ്റവും കൂടുതൽ ഗ്രീൻ ടീയും അവർ ഏറ്റവും കൂടുതൽ കോൺ സിൽക്ക് ടീയും ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. കാരണം ഇത് 2 വെയിറ്റ് മാനേജ്മെന്റിന് സഹായിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഫ്രീ റാഡിക്കൽ സ്കാവഞ്ചർ ആണ്, വളരെ പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആണ്, വളരെ പവർഫുൾ ആയിട്ട് അവർക്ക് ഫാറ്റ് കട്ട് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന 2 പ്രൊഡക്റ്റ് ആണ് കോൺ സിൽക്കും അതേപോലെ ഗ്രീൻ ടീ. രണ്ടും നമ്മളതിൽ ഉണ്ടല്ലോ. വെസ്ലിം ടീ എന്ന സാധനം, ഈ സാധനമല്ലേ ഗ്രീൻ ടീ. ആൻഡ് ഗ്രീൻ കോഫി ഉണ്ട്. ഗ്രീൻ ടീ ഫാറ്റ് എമൽസിഫയർ ആണെങ്കിൽ ഗ്രീൻ കോഫി ഈസ് വെരി ഗുഡ് ഫോർ ലിവർ ആൻഡ് കിഡ്നി. ഡീടോക്സിഫയർ ആണ് ഗ്രീൻ കോഫി എന്ന് പറയുന്നത്. നിസ്സാരമായിട്ട് കളയുന്ന ഒരു സാധനമല്ല. ഇപ്പൊ DLCP അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. വെസ്ലിം ടീ എന്തായാലും പെട്ടെന്ന് തന്നെ വരുന്നുണ്ടാവും പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് എന്താണ്, എന്തൊക്കെയാണ് ഇതിന്റെ ജസ്റ്റ് ഒരു 5 to 10 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഒരു 10 മിനിറ്റ് എക്സ്ട്രാ എടുക്കുന്നുണ്ട് കേട്ടോ ഷാജി സാർ, കുഴപ്പമില്ലല്ലോ? എന്നാലും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന് നമ്പർ 1 ഇതിന്റെ ഏറ്റവും വലിയ ഗുണം വെച്ചാൽ യൂറിനറി സിസ്റ്റത്തിന് ഏറ്റവും നല്ലതാണ്. നമ്മളെ യൂറിനറി ട്രാക്റ്റിനെ ക്ലിയർ ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. യൂറിനറി ഇൻഫെക്ഷൻ, അതേപോലെ എക്സസ് ആയിട്ടുള്ള നല്ല യൂറിൻ ഫ്ലോ വർദ്ധിപ്പിക്കാനൊക്കെ ഇത് നന്നായിട്ട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കും. അതുകൊണ്ട് രാത്രി കഴിയുന്നതും ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വ്യക്തികൾക്ക് രാത്രി കഴിയുന്നത് ആഫ്റ്റർ 8 ഈ പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യാതിരിക്കുക. ഒരു പക്ഷേ സ്ലീപ്പ് ഡിസ്റ്റർബ് ആയി പോകാൻ സാധ്യതയുണ്ട്, ഉറക്കക്കെട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു 45-50 ആൻഡ് അബവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒരു പക്ഷെ അവർക്ക് പ്രോസ്റ്റേറ്റിന് പ്രോബ്ലം ഉള്ള ആൾക്കാരുണ്ടാകാം. പ്രോസ്റ്റേറ്റിന് തടിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്രായമൊക്കെയാണ് 45-50 എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ സമയത്തുള്ള ആൾക്കാർ നമ്മൾ ഈ സെല്യൂലീൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, സാറേ നിങ്ങൾക്ക് അമിതവണ്ണമല്ല, ഇത് രാത്രിയും കൂടെ കഴിച്ചോളി എന്ന് പറഞ്ഞ് കടന്ന സമയത്ത് 4-5 പ്രാവശ്യം ഒരു പക്ഷേ മൂത്രമൊക്കെ എണീക്കേണ്ടി വരും. അദ്ദേഹത്തിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും അങ്ങനത്തെ വ്യക്തികൾക്ക് എന്താ പറയാ എബവ് 40 ആയിട്ടുള്ള ആൾക്കാർക്ക് രാത്രി കഴിക്കേണ്ടെന്ന് പറയാം, വൈകുന്നേരത്തോടെ സ്റ്റോപ്പ് ചെയ്തോളാൻ പറയും. പ്രിഫറബിളി ആഹാരത്തിന് മുന്നെയാണ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് ഏത് വെയിറ്റ് മാനേജ്മെന്റ് പ്രൊഡക്റ്റും ബിഫോർ ഫുഡാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത്.
ഓക്കെ. കിഡ്നി സ്റ്റോൺസ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മൂത്രത്തിലെ കല്ല് തടയാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ബ്ലാഡറിൽ ഇൻഫെക്ഷൻ നന്നായിട്ട് യൂറിൻ ഫ്ലോ നന്നായിട്ടുണ്ടെങ്കിൽ ബ്ലാഡറിൽ ഉണ്ടാവുന്ന എന്താ പറയുക എന്തെങ്കിലും ബാക്ടീരിയൽ എന്തെങ്കിലും അണുക്കൾ ഉണ്ടെങ്കിൽ ഈ അണുബാധേനെ വരെ ബോഡിയിൽ നിന്ന് ഫ്ലഷ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഉൽപ്പന്നം വളരെയധികം സഹായിക്കുന്നുണ്ട്. ഈ ഉൽപ്പന്നത്തിന്റെ ഏറ്റവും ഹൈലൈറ്റ് പോയിന്റ് ഞാനിപ്പോ പറയാൻ പോകുന്നത് സെല്യൂലീനിന്റെ ഏറ്റവും ഹൈലൈറ്റ് പോയിന്റ് നിങ്ങൾ അടിവര ഇട്ടിട്ട് പാരഗ്രാഫിൽ റെഡ് വരയിൽ മാർക്ക് ചെയ്ത് വെച്ചോ. ഞാൻ ബെറ്റ് അടിക്കാം നമുക്ക് കിഡ്നിയുടെ സെല്ലിന് റിപ്പയർ ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രോഡക്റ്റ് ഇത്രയും കാലം ഉണ്ടായിരുന്നില്ല. ഞാൻ അഭിമാനത്തോടു കൂടെ പറയുന്നു, ഞാൻ അഭിമാനത്തോടുകൂടെ നിങ്ങളെ മുന്നിൽ ഞാൻ ഈ പ്രോഡക്റ്റിനെ പ്രസന്റ് ചെയ്യുന്നു. ഇതാ വരുന്നു ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ കിഡ്നിയുടെ കോശങ്ങളെ റിപ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കാവുന്ന ഒരു പ്രോഡക്റ്റ്. ഫാന്റാസ്റ്റിക്. ഇറ്റ് ഹെൽപ്സ് ടു റിപ്പയർ കിഡ്നി സെൽസ് പീരിയഡ്. കിഡ്നിയിലെ കോശങ്ങളെ റിപ്പയർ ചെയ്യാനായിട്ട് നമ്പർ 1 പ്രോഡക്റ്റ് വെസ്റ്റീജിലുള്ള ഒരു പക്ഷേ ഏക പ്രോഡക്റ്റ് എന്ന് പറയാൻ പറ്റാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സെല്യൂലീൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ധൈര്യമായിട്ട് ഡയാലിസിസ് പേഷ്യൻസിന് 10-15 കൊല്ലമായിട്ട് പ്രമേഹമുള്ള വ്യക്തികൾക്ക്, ക്രിയാറ്റിൻ ഹൈ ആയിട്ടുള്ള വ്യക്തികൾക്കെല്ലാം ധൈര്യമായിട്ട് നിങ്ങൾ സജസ്റ്റ് ചെയ്യും. മുന്നോട്ട് വാ, നിങ്ങൾ സജസ്റ്റ് ചെയ്യും. ആദ്യം നിങ്ങളെ വീട്ടിൽ ഇങ്ങനത്തെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ യു സ്റ്റാർട്ട് യൂസിങ് ദ പ്രോഡക്റ്റ്, എക്സ്പീരിയൻസ് ദ പ്രോഡക്റ്റ്, ഷെയർ യുവർ എക്സ്പീരിയൻസ്. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഫൈറ്റ്സ് ഇൻഫ്ലമേഷൻ സെക്കൻഡറി. ഇറ്റ് ഫൈറ്റ്സ് ഇൻഫ്ലമേഷൻ. ഞാൻ കൂടുതൽ പറയുന്നില്ല, ഇൻഫ്ലമേഷനെ കുറിച്ച് ഞാൻ കൂടുതൽ എടുക്കുന്നില്ല. ഗൗട്ട് അറ്റാക്ക് എന്ന് പറയും. യൂറിക് ആസിഡ് ഡെപ്പോസിറ്റ്. യൂറിക് ആസിഡ് എന്ന് പറഞ്ഞ സാധനം എന്താ? ഒരു മെറ്റബോളിക് വേസ്റ്റ് ആണ്. ശരീരത്തിൽ എന്ത് മെറ്റബോളിക് വേസ്റ്റും ഇൻഫ്ലമേഷൻ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. എന്ത് മെറ്റബോളിക് വേസ്റ്റിനെയും ഡീടോക്സിഫൈ ചെയ്യാൻ നമുക്ക് ഈ പ്രൊഡക്റ്റിനെ കൊണ്ട് സഹായിക്കുന്നുണ്ടാവും. അമിതമായിട്ടുള്ള ഫ്ലൂയിഡ് കണ്ടന്റ് നമ്മൾ ഓൾറെഡി നേരത്തെ സംസാരിച്ചതാണ്, ബ്ലഡ് പ്രഷറിന് കാരണമാകുന്നു. ഫ്ലഷസ് ഔട്ട് എക്സസ് ആയിട്ടുള്ള സോൾട്ടിനെയും എക്സസ് ആയിട്ടുള്ള സോഡിയത്തിനെയും ഫ്ലഷ് ഔട്ട് ചെയ്യാനായിട്ട് ഈ ഉൽപ്പന്നം നമ്മളെ സഹായിക്കുന്നു. അതേപോലെ തന്നെ ആർട്ടറീസിലും വെയിൻസിലും പ്രഷർ കുറയ്ക്കുന്നു. ആർട്ടറീസ് ആൻഡ് വെയിൻസ്, നാഡീ ഞരമ്പുകൾക്കെല്ലാം അങ്ങോട്ടേക്കും ഹാർട്ടിലേക്കും വരുന്ന ഞരമ്പുകൾക്ക് എല്ലാത്തിൻ്റെയും പ്രഷർ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ദെയർബൈ നമുക്ക് ഹാർട്ടിന്റെയും ബ്രെയിനിന്റെയും പ്രഷർ നോർമലൈസ് ചെയ്യാനായിട്ട് സഹായിക്കും. ദെയർബൈ യു ക്യാൻ കൺട്രോൾ യുവർ ബ്ലഡ് പ്രഷർ ബൈ യൂസിങ് ദിസ് പ്രോഡക്റ്റ്. അതുപോലെ തന്നെ ഈ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം എന്നൊക്കെ പറയും. അതായത് ഈ എയ്സ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയും. ബ്ലഡ് പ്രഷർ ടാബ്ലറ്റ് എല്ലാം എയ്സ് ഇൻഹിബിറ്റേഴ്സ് ആണ്. ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? തടയുന്ന സാധനം. എയ്സ് ആണ് ഈ ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈംസ് ആണ് ഈ ബ്ലഡ് പ്രഷറിന് കാരണം. അപ്പം ഈ ബ്ലഡ് പ്രഷർ ടാബ്ലറ്റ്, ഏത് ബ്ലഡ് പ്രഷർ ടാബ്ലറ്റ് എടുത്തു വെക്കുക, അതിന്റെ നമ്പർ 1 ബെനിഫിറ്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്സ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയും. ഇത് നല്ലൊരു എയ്സ് ഇൻഹിബിറ്റർ ആണ്. അപ്പം നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ, ബി-പിക്ക് നിങ്ങൾ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ, ഇൻ കേസ് നിങ്ങൾ ബി-പി ഉണ്ട്, നിങ്ങൾ മരുന്നൊന്നും കഴിക്കുന്നില്ല, നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ നിങ്ങളെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫ്ലാക്സ് ഓയിലിന്റെ കൂടെ, നോനിന്റെ കൂടെ, ക്രിൽ ഓയിലിന്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സെല്യൂലീൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഹെൽപ്സ് ട്രീറ്റ്മെന്റ് ഓഫ് ഡയബറ്റീസ്. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പ്രമേഹ ചികിത്സയ്ക്ക് ഏറ്റവും നല്ല റിസൾട്ട് തരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ സെല്യൂലീൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പ്രൊഡക്റ്റ് നമ്മൾ കണ്ടത് ഇൻസുലിന്റെ ആക്ഷൻ വർദ്ധിപ്പിക്കുന്നു. ഈ പ്രൊഡക്റ്റ് സെൽ പവർ, ആൽഫ ലിപ്പോയിക് ആസിഡ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നു. ദെയർബൈ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഹൈപ്പർ ഇൻസുലിനിമിയ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. പ്രീ ഡയബറ്റീസും പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഈ പ്രൊഡക്റ്റ് എങ്ങനെയാണ് പ്രമേഹത്തെ സഹായിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഡിക്രീസസ് ഇൻസുലിൻ റിസപ്റ്റാറിന്റെ ഫങ്ഷൻസ് വർദ്ധിപ്പിക്കും. അതായത് ഇൻസുലിൻ ആൻഡ് ഇൻസുലിൻ റിസപ്റ്റാർ എന്ന് പറയും. ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു കീ ആണ്. റിസപ്റ്റാർ ഇസ് എ ലോക്ക്. റിസപ്റ്റാർ സെല്ലിനാണ്, കോശത്താണ് ഈ റിസപ്റ്റാർ കിടക്കുന്നത്. ഇൻസുലിൻ ആയ കീ ഈ റിസപ്റ്റാറിൽ പോയി തുറക്കുമ്പോഴാണ് ഒരു കോശം ഓപ്പൺ ആവുന്നത്, ഗ്ലൂക്കോസ് അകത്തേക്ക് കയറുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായ? ഒരു താക്കോല് കൊണ്ട് പൂട്ട് തുറക്കുന്നു. ആ താക്കോലാണ് ഇൻസുലിൻ, പൂട്ടാണ് റിസപ്റ്റാർ. റിസപ്റ്റാർ ഉള്ളത് ഈ കോശത്തിന്റെ കവാടത്താണ്, കോശത്തിന്റെ മെംബ്രെയിനിലാണ്. അപ്പം ഈ കീ കൊണ്ട് ഈ പൂട്ട് തുറക്കുമ്പോൾ കോശം തുറക്കുന്നു, ഗ്ലൂക്കോസ് അകത്തേക്ക് കയറുന്നു. അപ്പോൾ ഈ ശരിയായ രീതിയിൽ കീ കൊണ്ട് പൂട്ട് തുറന്നിട്ടില്ലെങ്കിലോ, ഒന്നുപക്ഷെ കീ മോശമായിരിക്കാം, പഴയ കീ ആയിരിക്കും, കീയിൽ എന്തെങ്കിലും ബെൻഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ റിസപ്റ്റാർ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടാവില്ല.
അപ്പോൾ ഈ പറയുന്ന സെല്യൂലിൻ എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ ഏറ്റവും വലിയ സവിശേഷത ഈ റിസപ്റ്റാറുകൾ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യും. അപ്പം ലോക്ക് ഹെൽത്തി ആയിരിക്കും. അപ്പോൾ കീക്ക് വളരെ എളുപ്പം ലോക്ക് തുറന്ന് സെല്ലിന് ഓപ്പൺ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഗ്ലൂക്കോസ് ക്യാൻ എൻറ്റർ ഇൻസൈഡ് ദ സെൽ വെരി മച്ച് ഈസിലി. അങ്ങനെ നമുക്ക് ഗ്ലൂക്കോസിനെ വളരെ ഈസി ആയിട്ട് നോർമലൈസ് ചെയ്യാനായിട്ട് ഈ ഉൽപ്പന്നം നമ്മളെ സഹായിക്കുന്നുണ്ടാവും. ആൻഡ് മറിച്ച് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിന്റെ രണ്ടാമത്തെ വേറെ അഡ്വാൻറ്റേജ് എങ്ങനെ ഡയബറ്റിക്കിനെ സപ്പോർട്ട് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നു. അന്നജത്തെ വളരെ ഈസി ആയിട്ട് വിഘടിപ്പിക്കാനായിട്ട് ഈ ഒരു ഉൽപ്പന്നം നമ്മളെ സഹായിക്കുന്നുണ്ടാവും. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഐബോൾ പ്രഷർ കുറയ്ക്കാനായിട്ട് നമ്മുടെ സെൽ പവർ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സെയിം ഇതും ഐബോൾ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ആണ് ഈ സെല്യൂലിൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. അടുത്തത് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് എങ്ങനെ രണ്ടാമത്തെ കാര്യം എങ്ങനെ നമുക്ക് ബോഡി ഫാറ്റിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അഡിപ്പോസൈറ്റ്സ് എന്ന് പറയും. അഡിപ്പോസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിപ്പോസൈറ്റ്സ് ദർ ആർ 2 ടൈപ്സ് ഓഫ് അഡിപ്പോസൈറ്റ്സ്. അത് നമുക്ക് ഓവർ വെയിറ്റിൽ കൂടുതൽ സംസാരിക്കാം. വൈറ്റ് അഡിപ്പോസൈറ്റ്സ് ആൻഡ് ബ്രൗൺ അഡിപ്പോസൈറ്റ്സ് എന്നൊക്കെ പറയും. അപ്പോൾ വൈറ്റ് അഡിപ്പോസൈറ്റ്സിന്റെ അളവ് കൂടി വന്ന അഡിപ്പോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഫാറ്റ് ആണ്. ഫാറ്റ് അക്യുമുലേഷന് സഹായിക്കുന്ന സാധനമാണ് അഡിപ്പോസൈറ്റ്സ്. അഡിപ്പോസൈറ്റ്സ് കൂടിയിട്ടുണ്ടെങ്കിൽ ബോഡിയിൽ ഫാറ്റ് കൂടുന്നർത്ഥം, ഫാറ്റ് അക്യുമുലേഷൻ കൂടുന്നർത്ഥം. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റിന് ഏറ്റവും വലിയ സവിശേഷത അഡിപ്പോസൈറ്റ്സ്, വൈറ്റ് അഡിപ്പോസൈറ്റ്സിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. സോ ദാറ്റ് ഫാറ്റ് അക്യുമുലേഷനും ഫാറ്റ് സിന്തസിസും കൂടുതലായിട്ട് ഫാറ്റ് അടഞ്ഞുകൂടാതിരിക്കാനും അടഞ്ഞു കൂടിയിട്ടുള്ള ഫാറ്റിനെ കുറയ്ക്കാനും എന്ത് സഹായിക്കുന്നുണ്ടാവും? ഈ ഒരു ഉൽപ്പന്നം നമ്മളെ നന്നായിട്ട് സഹായിക്കുന്നുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന ട്രൈഗ്ലിസറൈഡ്സ്, അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ബ്ലഡിലെ ക്ലോട്ടിങ് എല്ലാം നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഈ ഉൽപ്പന്നം നമ്മളെ നന്നായിട്ട് സഹായിക്കുന്നുണ്ടാവും. HDL കൂട്ടാൻ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ആണ്. ക്രിൽ ഓയിൽ ആണ് HDL കൂട്ടാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ്. അത് കഴിഞ്ഞാൽ നമുക്ക് നല്ല കൊഴുപ്പിനെ കൂട്ടാൻ സഹായിക്കുന്ന ഒരു ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമ്മുടെ സെല്യൂലിൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. മെറ്റബോളിക് സിൻഡ്രോം നമ്മൾ നേരത്തെ ആദ്യം തുടങ്ങിയതാണ് പുവർ മെറ്റബോളിക് സിൻഡ്രോം. അപ്പൊ ഈ രണ്ട് പ്രൊഡക്റ്റും, ഈ പറയുന്ന സെൽ പവർ എന്ന് പറയുന്ന പ്രൊഡക്റ്റും സെല്യൂലിൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്, ഈ രണ്ട് പ്രൊഡക്റ്റും നമ്മൾ പുവർ മെറ്റബോളിക് സിൻഡ്രോമിന് നല്ല റിസൾട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതും നമ്മളെ മെറ്റബോളിക് റേറ്റ് വർദ്ധിപ്പിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ടാവും. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഡയബറ്റിക് നെഫ്രോപ്പത്തി, വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത പോയിന്റ് ആണ്. പ്രമേഹം വന്നിട്ട് കിഡ്നിയുടെ കോശങ്ങളെ ബാധിച്ച് ക്രിയാറ്റിൻ കൗണ്ട് കൂടുതൽ, ക്രിയാറ്റിൻ 2, 3, 4 ഒക്കെ എത്തുന്നു. ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നു, നെഫ്രോളജിസ്റ്റിനെ കാണുന്നു, അവർ ഡയാലിസിസ് സജസ്റ്റ് ചെയ്യുന്നു, ആള് മേടിക്കുന്നു, ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് വേണം എന്നൊക്കെ പറയുന്നു. അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ഓൾറെഡി സംസാരിച്ചതാണ്, കിഡ്നിയുടെ കോശങ്ങൾ റിപ്പയർ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആണ്. അതേപോലെ തന്നെ ഡയബറ്റിക് നെഫ്രോപ്പത്തിനെ പ്രിവെന്റ് ചെയ്യാനും ഏറ്റവും ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ സെല്യൂലിൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഒരു ടാബ്ലറ്റ് 90 ടാബ്ലറ്റ് ഉണ്ട് ഒരു കണ്ടെയ്നറിൽ, ഒരു ബോട്ടിലിൽ. 1 ടാബ്ലറ്റ് ത്രൈസ് എ ഡേ ആണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം പ്രിഫറബിളി ബിഫോർ 7 ഉപയോഗിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ബിഫോർ ഫുഡ് എങ്കിലും ഉപയോഗിക്കുക. കാരണം ഇത് ഫൈബർ ആണ്. ഫൈബർ ഇസ് എ ഗുഡ് കാർബോഹൈഡ്രേറ്റ്, ഇറ്റ്സ് എ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്. സോ ഏത് ഫൈബർ ആണെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും ആഹാരത്തിന് ഒരു അരമണിക്കൂർ മുന്നെങ്കിലും ഉപയോഗിക്കുന്നതാണ് ഏറ്റവും സജസ്റ്റീവ്, ഏറ്റവും നല്ല ഒരു സജഷൻ എന്ന് പറയുന്നത് ആഹാരത്തിന് അരമണിക്കൂർ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും കാതലായിട്ടുള്ള കാര്യം. അപ്പൊ ഇതാണ് ഈ രണ്ട് പ്രൊഡക്റ്റും. നമുക്ക് എന്താ പറയാ, ഇന്നേ വരെ നമുക്ക് വെസ്റ്റീജിൽ ഇറങ്ങിയതിൽ വെച്ചിട്ട് ഏറ്റവും നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റാവുന്ന, പ്രൊമോഷൻ പോട്ടെ, ഏറ്റവും നന്നായിട്ട് ആദ്യം നമുക്ക് യൂസ് ചെയ്ത് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ പറ്റാവുന്ന രണ്ട് പ്രൊഡക്റ്റുകളാണ് ഈ രണ്ട് പ്രൊഡക്റ്റും. നിർബന്ധമായിട്ട് ഇപ്പോൾ ഓൾറെഡി ഇന്ന് മുതൽ DLCPകളിലെല്ലാം രണ്ടാമതും അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നാളെ തന്നെ നിങ്ങൾ ഇത് റേറ്റ് നോക്കരുത്. സെൽ പവറിന് എന്താ റേറ്റ് സാറേ? 1440, ഇത്രയും എന്താ പറയാ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന് യു ഹാവ് ടു പേ യുവർ പ്രൈസ്. ഐ പെയ്ഡ് $60 17 years back. $60, അന്നൊരു ഡോളറിന് 55 രൂപ എങ്ങാണ്ടാണ് റേറ്റ്. ഞാൻ 17 കൊല്ലം മുന്നേ $60 പേ ചെയ്തിട്ടാണ് ഞാൻ US ഇമ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ 1448, ഇറ്റ്സ് നത്തിങ് മൈ ഡിയർ ഫ്രണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ തുച്ഛമായ പൈസ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റാവുന്നതാണ്. ഇതിനേക്കാൾ ഉപരി ഞാൻ നേരത്തെ പറഞ്ഞ മൈറ്റോകോൺഡ്രിയയുടെ ആരോഗ്യമാണ് കോശത്തിന്റെ ആരോഗ്യം. കോശത്തിന്റെ ആരോഗ്യമാണ് എന്റെയും നിങ്ങളുടെയും ആരോഗ്യം. ഇതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിന് നിർബന്ധമായിട്ടും ഈ രണ്ട് പ്രൊഡക്റ്റുകളും നിങ്ങൾ ആദ്യം കൺസ്യൂം ചെയ്യുക. എന്നിട്ട് നിങ്ങളെ കോൺഫിഡൻസ് കിട്ടുന്നത് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. വിഷ് യു വെൽത്ത് ആൻഡ് താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. വൗ, ഫാന്റാസ്റ്റിക് സർ. പറയാതിരിക്കാൻ വാക്കുകളില്ല അല്ലേ? ആരോഗ്യമുള്ള പുതിയൊരു തലമുറയെ സൃഷ്ടിക്കാൻ ഉതകുന്ന
നമ്മുടെ കുട്ടികളിലൂടെ അല്ലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇത്. അതോടൊപ്പം തന്നെ ഒരുപാട് രോഗലക്ഷണങ്ങളിൽ നിന്ന്, അല്ലെ രോഗാവസ്ഥയിൽ നിന്ന് നമ്മൾക്കും മോചനം ലഭിക്കാൻ ഉതകുന്ന ഒരുപാട് അറിവുകൾ ഈ 2 പ്രൊഡക്റ്റിനെ കുറിച്ച് സാർ പറഞ്ഞുള്ളൂ. ആ പ്രൊഡക്റ്റ് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് രോഗലക്ഷണങ്ങൾക്ക് അല്ലെ രോഗാവസ്ഥയ്ക്ക് ഗുണം കിട്ടുമെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും അല്ലെ. ഡിമെൻഷ്യ കുറച്ച് പ്രായമായിട്ട്, ഇപ്പൊ അധികം പ്രായമൊന്നും വേണ്ട, ഇപ്പൊ നമ്മൾ തന്നെ ഇവിടുന്ന് അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഇപ്പൊ ഹാളിലേക്ക് വന്നു കഴിഞ്ഞാല് പെട്ടെന്ന് നമുക്കൊരു ഇതുണ്ടാവും, എന്തിനായിരുന്നു ഞാൻ വന്നതെന്ന് ചിന്തിക്കുന്ന ഒരു ഇതാണ് നമ്മൾക്ക് അല്ലെ. അങ്ങനെയുള്ള അത് അത്ര പോലും പോഷകങ്ങൾ നമ്മൾക്ക് ഇല്ല, നമ്മുടെ ശരീരത്തിന് ഒന്നും തന്നെ കിട്ടുന്നില്ല. സെൽസ് ഒക്കെ പ്രവർത്തിക്കണമെങ്കിൽ ഇതൊക്കെ വേണം, അതൊന്നും നമ്മൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇത്രയും നല്ല 2 പ്രൊഡക്റ്റ്, ശരിക്കും പറഞ്ഞാൽ ദൈവം തൊട്ട പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാം നമ്മുടെ വെസ്റ്റേജ് സപ്ലിമെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പൊ ഈ അറിവുകൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അതും മറ്റുള്ളവർക്കും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും എല്ലാം പ്രയോജനപ്രദമായിരിക്കും. സാറിന് ചാറ്റ് ബോക്സ് വായിക്കാൻ തീരുന്നുണ്ടാവില്ല, അത്രയ്ക്കും എല്ലാവർക്കും ഗുണപ്രദമായ ഒരു ക്ലാസ് ആയിരുന്നു ഇന്നത്തെ സെഷൻ. അത്രയ്ക്ക് നന്നായിരുന്നു. ഇത്ര 9:45 ആൾക്കാരെല്ലാം തന്നെ, അധികം ആൾക്കാരും എല്ലാം തന്നെ റിട്ടേൺ ചെയ്തിട്ടുണ്ട് ഇതില്. അപ്പം താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇന്ന് നമ്മുടെ എൻറ്റയർ ടീമിന്റെ പേരിലും നമ്മുടെ വെസ്റ്റേജിന്റെ പേരിലും എൻ്റെ പേഴ്സണലായിട്ടും സാറിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. നമുക്കിനി ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. എത്രയും പെട്ടെന്ന് അടുത്ത ഒരു ഇതുപോലെയുള്ള സെഷൻ വീണ്ടും പ്രതീക്ഷിക്കുന്നു. ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി വിലയേറിയ സമയം സാർ ഉപയോഗപ്പെടുത്തിയതിന് താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇന്നത്തെ ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഒരുപാട് മെസ്സേജ് അയച്ചിട്ടൊന്നും തീരുന്നില്ല ആളുകൾക്ക്. ഓക്കെ സർ.